ഗ്രഹമാണ് കഴിവതും പുസ്തകങ്ങളെ തുറക്കുക. മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഒരു വാക്കുണ്ട്. അതിൻ്റെ 13-ാമത്തെ വാക്യം, പിന്നെ യേശു ശതാധിപനോട് പോകാം, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ആ നാഴികൾ തന്നെ അവൻ്റെ ബാല്യക്കാരന് സുഖം വന്നു എന്ന് കാണുക. ഗോ, ലെറ്റ് ഇറ്റ് ബി ഡൺ ഫോർ യു ആസ് യു ഹാവ് ബിലീവ്ഡ്. ആൻഡ് ദ സെർവൻറ്റ് വാസ് ഹീൽഡ് അറ്റ് ദാറ്റ് വെരി മൊമെൻറ്റ്. പൊയ്ക്കോ, നീ പൊക്കോ, നിൻ്റെ ബാല്യക്കാരന് നീ പൊക്കോ, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ആ നാഴിക തന്നെ ബാല്യക്കാരന് സുഖം വന്നു. ഈ വേദപുസ്തകം ഞാൻ പലപ്പോഴും ഇവിടെ പ്രസംഗിക്കുമ്പോൾ എല്ലായിടത്തും പറയുന്നൊരു കാര്യമുണ്ട്. ബൈബിൾ ഗീവ്സ് എസ് എ കൗണ്ടർ കൾച്ചർ. നമ്മുടെ ഒരു സ്വാഭാവിക സംസ്കാരത്തിന് വിരുദ്ധമായ ഒരു വിരുദ്ധം എന്ന് പറയുന്നതിനപ്പുറത്ത് മറ്റൊരു സംസ്കാരം, ഒരു പ്രതിസംസ്കാരം കാണിക്കുന്ന ഒരു പുസ്തകമാണ് വേദപുസ്തക സംസ്കാരം. ഇവിടെ ഒരു ശതാധിപനെ കാണുകയാണ്. എനിക്ക് ശതാധിപനെ വളരെ ഇഷ്ടപ്പെട്ടു. അവിടെ കാണുന്നുണ്ട്, കർത്താവ് കഫർന്നഹൂമിലേക്ക് വന്നപ്പോൾ ഒരു ശതാധിപൻ എന്ന് പറയുമ്പോൾ സെഞ്ചൂറിയനാണ്, 100 പേരുടെ അധിപനാണ്. 100 പേരുടെ അധിപനായൊരു മനുഷ്യൻ വന്നിട്ട് യേശുവിനോട് പറയുകയാണ്, ലോർഡ്, മൈ സെർവൻറ്റ് ഈസ് ലൈങ് പാരലൈസ്ഡ് അറ്റ് ഹോം, സഫറിങ് ടെറിബിളി, ആൻഡ് ഹീ സെഡ് ടു ഹിം, ഐ വിൽ കം ആൻഡ് ഹീൽ ഹിം. ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ശതാധിപൻ കർത്താവിന് പറയുന്നൊരു വാക്കുണ്ട്, അങ്ങൻ്റെ ഭവനത്തിൽ വരാൻ ഞാൻ എന്തല്ല, യോഗ്യനല്ല, അതുകൊണ്ട് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി എന്ന് പറയുകയാണ്. ഒരു വാക്ക് കൽപ്പിച്ചാൽ ഈ ഭാഗത്തു നിന്നായിരിക്കണം. കർത്താവിൻ്റെ ദാസൻ ഒരു പാട്ട് പാടുന്നുണ്ട്, എൻ്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ പോരാത്തവനാണ്, അല്ലേ, അങ്ങൻ്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ പോരാത്തവനാണ് എന്നുള്ളൊരു പാട്ട്. അപ്പോൾ ഇവിടെ ശതാധിപൻ വന്ന് പറയുകയാണ്, സെഞ്ചൂറിയനാണ്, 100 പേരെ തൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ 100 പേര് ജോലി ചെയ്യുന്ന ഈ ശതാധിപൻ്റെ ഒരാൾ പറയുകയാണ്, പക്ഷപാതം പിടിച്ചു, അങ്ങനെയാണ് പറയുക, ലൈങ് പാരലൈസ്ഡ്, പക്ഷാഘാതം വന്നുപോയി. ഇവിടെ 2 സംഭവങ്ങളിൽ ഇത് കാണുന്നുണ്ട്. അതിന് അടുത്ത അധ്യായത്തിൽ 9-ാം അധ്യായത്തിലും പക്ഷാഘാതം പിടിച്ച ഒരു മനുഷ്യനെ കാണുക. പക്ഷാഘാതം ഇന്ന് ഒത്തിരി പേർക്ക് സംഭവിക്കുന്നുണ്ട്. പെട്ടെന്ന് ബ്ലഡ് പ്രഷർ കൂടുന്നു, സ്ട്രോക്ക് വരുന്നു, ഒരു സൈഡ് പാരലൈസ്ഡ് ആയിട്ട് പോകുന്നു. ചിലരൊക്കെ നേരം എഴുന്നേൽക്കുമ്പോൾ വാ കൂടിയിരിക്കുന്നു. ഇത്ര പെട്ടെന്നകത്ത് ഇഞ്ചക്ഷനൊക്കെ എടുത്താൽ ചിലപ്പോൾ അത് വേഴ്സാകാതിരിക്കും. ഇഞ്ചക്ഷൻ കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ അത് തളർന്നു പോയാൽ പിന്നെ ദീർഘനാളത്തെ അലോപ്പതി, അതുകൊണ്ട് വലിയ കാര്യമില്ല. കുറച്ച് നാൾ കഴിയുമ്പോൾ ആയുർവേദത്തിൽ ദീർഘനാളത്തെ മെഡിസിൻസും മരുന്നും കുഴമ്പും ഒക്കെ ആയിട്ട് ചിലരൊക്കെ കുറേശ്ശെ നടക്കും. പിന്നെ ഫിസിയോതെറാപ്പി പാടാണ്. എന്നാലും പെട്ടെന്നൊക്കെ ഇങ്ങനെ പാരലൈസ്ഡ് ആയി പോവുക ചെറുപ്പക്കാർ, ആരോഗ്യമുള്ളവർ, അതൊരു കാഴ്ചയാണ്. അങ്ങനെ വരുമ്പോൾ ശതാധിപൻ ചെയ്യേണ്ടത് അദ്ദേഹത്തിന് ഒന്നിനും മെഡിക്കൽ ലീവ് കൊടുക്കാനുള്ളതെല്ലാം കൊടുത്ത് ടെർമിനേറ്റ് ചെയ്യാം. കാരണം പാരലൈസായ ഒരാളെ ഇനി കമ്പനിക്ക് എന്തിന്? പക്ഷേ ഈ മനുഷ്യൻ്റെ പ്രത്യേകത ഞാൻ കണ്ടു. ആ ശതാധിപൻ മിക്കവാറും ഈ മനുഷ്യൻ കിടക്കുന്ന അയാളുടെ വീട്ടിലായിരിക്കണം. അതുകൊണ്ടാണ് പറയുക, എൻ്റെ പുരയ്ക്കകത്ത് വരാനായിട്ട് ഞാനെന്തല്ല യോഗ്യനല്ല. അങ്ങ് യോഗ്യനെന്നല്ല, എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. അപ്പോൾ ഈ ക്ഷീണിച്ചു പോയ മനുഷ്യനെ താൻ എവിടെയായിരിക്കാം സൂക്ഷിക്കുക? തൻ്റെ വീട്ടിലായിരിക്കും. അങ്ങനെ ഒരു മനുഷ്യരുണ്ടോ? സ്വന്തം വീട്ടിലെ അപ്പനും അമ്മയും സഹോദരങ്ങളോ കൂടപ്പുറപ്പുകളോ ഒക്കെ ആണെങ്കിൽ പോലും നമുക്ക് പാടാം. ആര് നോക്കൂ? അമ്മയെന്ന് പറഞ്ഞാൽ ആര് നോക്കും? പക്ഷെ ഇവിടെ ഒരു വേലക്കാരൻ തളർന്നു പോയവനെ വീട്ടിലിരുത്തി ശുശ്രൂഷിക്കുന്ന ഒരു ശതാധിപൻ്റെ ചരിത്രം കാണും. അതൊരു വലിയൊരു കമ്പനിയാണെന്ന് വെച്ചു. ഒരു കമ്പനിക്ക് തളർന്നവനെ വേണോ? വേണ്ടത്. കമ്പനിക്ക് വേണ്ടത് മാൻ പവറാണ്. മാൻ പവർ വേണ്ടിടത്ത് മറ്റുള്ളവരെ വേണോ? വേണ്ട, ഒന്നും വേണ്ട. ഈ കോവിഡ്, നല്ല ആരോഗ്യമുള്ളവരൊക്കെ കോവിഡ് വന്ന പലർക്കും പെട്ടെന്ന് ഡയബറ്റിക് ഷൂട്ട് ചെയ്തു. എൻ്റെ കൂടെ വണ്ടിയൊക്കെ ഓടിച്ച സഹോദരന് കോവിഡ് വന്ന ശേഷം നോക്കുമ്പോൾ ഡയബറ്റിക് ഒരു കുഴപ്പമില്ല. ഇരുമ്പിലൊക്കെ പോലെ ഏത് രാത്രിയിലും എത്ര ഉറക്കളച്ച് കുടിക്കുന്നവർ 10, 300, 400 ഒക്കെ ഷുഗർ നിൽക്കുന്നത്. ഒരു ചരിത്രം ഉണ്ടായിട്ടല്ല, കോവിഡിൻ്റെ ആഫ്റ്റർ എഫക്റ്റായിട്ടൊക്കെ അവർക്കുണ്ടായ ഒരു കോൺസിക്വൻസാണ്. അപ്പോൾ പറ്റിപ്പോയത് രാത്രി ലോങ് ടൈം വണ്ടി ഓടിച്ചാൽ ഉറക്കം വരും, വലിയ പാടാണ്, ക്ഷീണം. അങ്ങനെയുള്ളവരെ കൊണ്ട് നമ്മൾ രാത്രി വണ്ടി ഓടിക്കാൻ പോകും ഇല്ല. അപ്പം കമ്പനിക്ക് ആവശ്യം ആരോഗ്യമാണ്. ആരോഗ്യമില്ലാത്തവരെ ആർക്ക് വേണ്ട? കമ്പനിക്ക്. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്.
ആരോഗ്യമുള്ളവരെയൊക്കെ മതി. ഹിറ്റ്ലറിയൻ പ്രിൻസിപ്പിളാണ്. ഏറ്റവും നല്ല ആരോഗ്യമുള്ളവരെ മതി. കോവിഡിലും അത് നമ്മൾ കണ്ടാണ്. പ്രായമുള്ളവരും ക്ഷീണമുള്ളവരും ഒക്കെ വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ ചെറുപ്പക്കാർ വന്നാൽ അൺറിട്ടൺ ഓർഡർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. ആരെ ഒഴിവാക്കിയേക്കണം? മരിക്കാൻ സാധ്യതയുള്ളവരെ ഒഴിവാക്കിയിട്ട് ജീവിക്കാൻ സാധ്യതയുള്ളവർക്ക് വെന്റിലേറ്റർ കൊടുക്കും. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. പക്ഷേ ഈ മനുഷ്യൻ്റെ ഒരു പ്രത്യേകത, അവന് ആ ശതാധിപൻ വയ്യാത്ത ദാസനെ വീട്ടിൽ ശുശ്രൂഷിച്ചു. അവന് വേണ്ടി സമയം കൊടുത്തു. അവനെ സ്വന്തം വീട്ടിൽ പാർപ്പിച്ചു. അതുകൊണ്ടാണ് അങ്ങ് എൻ്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ എന്തല്ല യോഗ്യനല്ല എന്ന് പറയും. അങ്ങനെ ഒരു ശതാധിപൻ്റെ ചരിത്രം ഇവിടെ കാണുന്നുണ്ട്. ഇങ്ങനെയുള്ള മനുഷ്യരും ലോകത്തിലുണ്ടെന്ന് ഓർക്കണം. ആർക്കും വേണ്ടാത്തവരെ നോക്കാൻ, ആരോഗ്യമില്ലാത്തവരെ താങ്ങാൻ, അവരെ പോയി ശുശ്രൂഷിക്കാൻ, അവരെ സ്വന്തം വീട്ടിൽ താമസിപ്പിച്ച് ശുശ്രൂഷിക്കാൻ ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ്റെ ചരിത്രമാണ് ശതാധിപൻ്റെ ചരിത്രം. അവിടെ യേശു ആ വീട്ടിലേക്ക് പോകുവാൻ, ഈ ചരിത്രത്തിൻ്റെ ഭാഗമായി, മിശിഹ ചരിത്രത്തിൻ്റെ ഭാഗമായി ഈ ശതാധിപൻ്റെ ചരിത്രവും കൂടെ വരുവാനുള്ള കാരണം ശതാധിപൻ്റെ മനോഭാവമാണ്. ശതാധിപൻ്റെ മനോഭാവമാണ്. ഈ മനോഭാവമുള്ളവരും യേശു മിശിഹ ചരിത്രത്തിൻ്റെ ഭാഗമാകും. ഇന്നും ദൈവരാജ്യ ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ ഇങ്ങനെ മനോഭാവമുള്ളവരെ യേശു കർത്താവിന് വേണം. ഹല്ലേലൂയ. ആരോഗ്യമുള്ളവരെ മാത്രം വേണ്ട, ആരോഗ്യമില്ലാത്തവരെ ഒഴിവാക്കുന്ന, ആരോഗ്യമില്ലാത്തവരെ ഒഴിവാക്കും. എന്നോടെല്ലാവരും എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, പ്രിൻസ് പാസ്റ്ററെ ശരീരം സൂക്ഷിച്ചോണം. ആരോഗ്യമില്ലാത്ത പാസ്റ്ററെ വിശ്വാസിക്ക് വേണോ? വേണ്ട. അപ്പം ഞാൻ 2-3 വട്ടം കൺവെൻഷൻ വിളിച്ചു, അല്ല യുവാസ പ്രാർത്ഥനയ്ക്ക് വിളിച്ചിട്ട് തലേദിവസം ജിജു പാസ്റ്റർ അടുപ്പിച്ച് പറഞ്ഞു എനിക്ക് സുഖമില്ല, ഞാൻ വരത്തില്ല. 4-ാം പ്രാവശ്യം വിളിക്കുമോ? രാവിലെ വരാമെന്ന് പറഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ എനിക്ക് വയ്യ പാസ്റ്റർ ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം പറഞ്ഞാൽ ജിജു പാസ്റ്റർ 3-ാം പ്രാവശ്യം പറയും പ്രിൻസ് പാസ്റ്റർ ചിലപ്പം വരത്തില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യേണ്ട? വിളിക്കണ്ട. ചെറിയാലി അല്ലേ? നല്ല പാട്ട് പാടുന്ന പിള്ളേരുടെ ശബ്ദം പോയാൽ നാളെ നിങ്ങൾ പാടാൻ വിളിക്കൂ? ശബ്ദമില്ലാത്ത പിള്ളേർ ഇന്നലെ പാടുമായിരുന്നു, നമ്മുടെ പെണ്ണിൻ്റെ കല്യാണത്തിന് വിളിക്കൂ? ഇല്ല. അപ്പോൾ ആരോഗ്യമുള്ളപ്പം ശബ്ദമുള്ളപ്പം മതി. പക്ഷേ ഈ ശതാധിപൻ ആരോഗ്യമില്ലാത്ത ഒരാളെ വീട്ടിൽ സൂക്ഷിച്ചു. ആരോഗ്യമില്ലാത്തവരെ ചേർത്ത് പിടിച്ച ശതാധിപൻ്റെ ചരിത്രം വേദപുസ്തകത്തിൻ്റെ ഭാഗമായി. ആരോഗ്യമില്ലാത്തവരെ ചേർത്ത് പിടിച്ച ഇപ്പം പാസ്റ്റേഴ്സൊക്കെ പാസ്റ്റേജിലാണ് താമസിക്കുക. ഞാൻ പലപ്പോഴും ഇതൊക്കെ നേരിട്ട് കണ്ടിട്ടുള്ള. പാസ്റ്റർ പെട്ടെന്ന് മരിച്ചുപോയി, പോകാൻ അവർക്ക് വീടാകാൻ സമയമൊക്കെ എടുക്കും. സഭ വീടില്ലാവരും പാസ്റ്റർ മരിച്ചാൽ അടുത്ത പാസ്റ്ററെ അവിടെ ആക്കണം. അടുത്ത പാസ്റ്ററെ ആക്കുമ്പോൾ ആദ്യം ചെയ്യുന്ന എന്നാ 1 മാസത്തിനകത്ത് പാസ്റ്റർ ഭാര്യ പാസ്റ്റേജ് മാറിക്കൊടുക്കണം. വീടുണ്ടോ ഇല്ലയോ എന്നുള്ള വിഷയമല്ല. പാസ്റ്റർ ഭാര്യ അവിടെ ഉള്ളപ്പോൾ മറ്റൊരു പാസ്റ്റർക്ക് വരാൻ ബുദ്ധിമുട്ട്. അപ്പോൾ അവർ മാറിയേ ഒക്കത്തുള്ളൂ. അതുകൊണ്ട് എല്ലാ സഹോദരിമാരോടും ഞാൻ പറയും, കെട്ടിയന്മാരെ ഓർത്ത് പ്രാർത്ഥിച്ചോണം. കെട്ടിയന്മാരെ ഓർത്ത് പ്രാർത്ഥിച്ചോണം. എവിടെങ്കിലും പോയാൽ എന്നെ കൂടെ കല്യാണത്തിന് കൊണ്ടുപോയില്ല ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞ് ചാടി കയറി പുറകെ ഇരിക്കത്തില്ലേ? എന്നിട്ട് കാറാണെ ചാടിക്കയറി ഫ്രണ്ടിൽ ഇരിക്കത്തില്ലേ? ഇല്ലേ? ചാടിക്കയറി ഫ്രണ്ടിൽ ഇരുന്ന് പോത്തില്ലേ? അങ്ങേര് മരിച്ച് ആരുടെയെങ്കിലും ഫ്രണ്ടിൽ ഇരിക്കാനോ പോകും? അയാളുടെ ഭാര്യ നിങ്ങളെ കഴുത്തിന് പിടിച്ച് പുറത്താക്കും. എത്ര വലിയ സ്നേഹമാണേലും ചോടിക്കയറി. എനിക്കറിയാം, കല്യാണം കഴിഞ്ഞ പെണ്ണും ചെറുക്കനോട് പോയപ്പോൾ പെണ്ണിനെ പുറകെ ഇരുത്തി മുമ്പിൽ ഇരുന്ന അമ്മ എനിക്കറിയാം. പെണ്ണിനെ പുറകെ ഇരുത്തിയിട്ട് മുമ്പിൽ ഇരുന്ന അമ്മ എനിക്കറിയാം. പക്ഷേ കാലമൊക്കെ മുമ്പോട്ട് കെട്ടിയന്മാരുള്ളപ്പോൾ ഈ ധൈര്യമൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാ സഹോദരിമാരും പ്രാർത്ഥിച്ചാണ് കെട്ടിയന്മാരെ ഓർത്ത്. അല്ല നിങ്ങളെ കല്യാണത്തിന് ആര് കൊണ്ടുപോകും? ഇപ്പം കൊണ്ടുപോയില്ലെന്ന് പരാതി ആരോട് പറയും? പക്ഷേ ഈ ശതാധിപൻ ചേർത്ത് പിടിച്ചു. ആരോഗ്യമില്ലാത്തവന് കൂടെ കൊണ്ടേ നടന്നു. അപ്പോൾ ആ ചരിത്രത്തിൽ കർത്താവ് യേശു ശതാധിപൻ വന്ന് പറയുകയാണ്. അവൻ പറഞ്ഞ ഒറ്റ കാര്യം, അങ്ങനെ ഒരു വാക്ക് മതി, ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സുഖം വരും. യേശു അവരോട് പറഞ്ഞു, പൊയ്ക്കോ, നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ വിശ്വാസം എന്തിനും സാധാരണ ഈ വാക്ക് മിസ്കോട്ട് ചെയ്യാറുണ്ട്. എന്ത് വിശ്വാസത്തിനും പറയും, പൊയ്ക്കോ, നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ വിശ്വാസമല്ല ഈ വിശ്വാസം. എൻ്റെ പുരയ്ക്കകത്ത് അങ്ങ് വരണ്ട, ഒരു വാക്ക് പറഞ്ഞാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും എന്നുള്ള വിശ്വാസത്തെയാണ് ദൈവം മാനിച്ചത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അങ്ങയുടെ ഒരു വാക്ക് എൻ്റെ വീടിനകത്ത് അത്ഭുതം ചെയ്യിക്കാൻ പര്യാപ്തമാണെന്ന് വിശ്വസിക്കുന്നവർ കരമുയർത്തിയ ദൈവത്തിനൊന്ന് സ്തുതിച്ചാൽ, അങ്ങയുടെ ഒരു വാക്ക് എൻ്റെ വീട്ടിൽ അത്ഭുതം ചെയ്യും. ഒറ്റ വാക്ക് മതി. പാരലൈസ്ഡ് ആയിരിക്കുന്ന മനുഷ്യൻ എഴുന്നേറ്റു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നാം പാടുക, ഒരു വാക്ക് മതി എനിക്ക്, അത് മതിയേ. 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വീണ്ടും നാം കാണുന്നു, യേശു കർത്താവ് പോകുമ്പോൾ കുറേ പേര് അവൻ്റെ ഒരു പക്ഷപാതക്കാരനെ അവൻ്റെ അടുക്കൽ
കൊണ്ടുവന്നു. ചിലർ കിടക്കമേൽ എടുത്തുകൊണ്ട് പക്ഷപാതക്കാരൻ്റെ അടുക്കെ കൊണ്ടുവന്നു. അത് കൊണ്ടുവന്നവരുടെ വിശ്വാസം അത് ആരാണെന്നറിയത്തില്ല, ഒരു പക്ഷേ കൂട്ടുകാരായിരിക്കാം. അപ്പോൾ ഇവിടെ ഒരു ശതാധിപൻ, എന്നാലും കൂട്ടുകാരെ കുറേ പേര് കൂടി പക്ഷപാതക്കാരനെ എടുത്ത് കൊണ്ടുവന്ന ഒരു സംഭവം അവിടെ പറയുകയാണ്. എന്ത് പാടുപെട്ടായിരിക്കാം ഒരു പക്ഷപാതക്കാരനെ എടുത്തുകൊണ്ട് വരിക. കാട്ടിലൊക്കെ ചിലപ്പം കിടത്തിക്കൊണ്ടായിരിക്കുമോ, സ്ട്രക്ചറിൽ കിടത്തിക്കൊണ്ടായിരിക്കുമോ, പലകെ കിടത്തിക്കൊണ്ട് ചുമിക്കൊണ്ട് കഷ്ടപ്പെട്ട് കൊണ്ടുവന്നു. ഈ കൊണ്ടുവന്നവരുടെ വിശ്വാസത്തെ ആര് മാനിച്ചു? യേശു മാനിച്ചു. അപ്പോൾ അവർ വന്നപ്പോൾ കർത്താവിനോട് പറഞ്ഞു, പക്ഷപാതക്കാരനോട് എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിൽ പോകാം. റൈസ്, പിക്കപ്പ് യുവർ ബെഡ് ആൻഡ് ഗോ ഹോം. രണ്ടാമത് ഇവനോട് ആദ്യം ഈ ശതാധിപനോട് പറയുന്നു, പൊയ്ക്കോ, നിന്റെ വാക്ക് വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ നാഴികയിൽ ആ ബാല്യക്കാരന് സുഖം വന്നു. ഇന്നും കർത്താവിൻ്റെ വാക്ക് ഈ രാത്രി നമ്മുടെ മധ്യത്തിൽ മുഴങ്ങുന്നുണ്ട്. പൊയ്ക്കോ, നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ, നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ. 2 കൂട്ടുകാർ ചുമന്നുകൊണ്ട് ചില പക്ഷപാതക്കാരനെ കൊണ്ടുവന്നു. യേശു പറഞ്ഞു, റൈസ്, പിക്കപ്പ് യുവർ ബെഡ് ആൻഡ് ഗോ ഹോം. നിന്റെ കിടക്കയെടുത്ത് നീ എന്ത് ചെയ്തു? വീട്ടിൽ പൊയ്ക്കോ, പൊയ്ക്കോ എന്ന് കർത്താവ് പറയുകയാണ്. ഈ രാത്രി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, പക്ഷപാതക്കാരനെ ചുമന്നുകൊണ്ട് വന്നവൻ്റെയും എൻ്റെ ബാല്യക്കാരന് സുഖമില്ലെന്ന് പറഞ്ഞ ശതാധിപൻ്റെയും മുമ്പിൽ കർത്താവ് പറഞ്ഞ ഗോ, നിൻ്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറയുന്ന ആ വാക്ക്, ഒരു വാക്ക് മതി, എനിക്കത് മതി. ഒരു വാക്ക്, യേശുവിൻ്റെ ഒരു വാക്കിന് ഭയങ്കര ശക്തിയാണ്. വേദപുസ്തകത്തിൽ ട്രാൻസ്ലേഷൻ ഇല്ലാത്ത യേശു കർത്താവിന് ചില വാക്കുകളുണ്ട്. ഒന്നാണ്, ഒരു പെൺകുട്ടി മരിച്ചു കിടക്കുക, 12 വയസ്സേ ഉള്ളൂ. 12 വയസ്സേ ഉള്ള പെൺകുട്ടി മരിച്ചു കിടക്കുന്നു. എൻ്റെ യേശു കർത്താവ് അവിടെ ചെന്നിട്ട് എല്ലാവരെയും എന്താക്കി? പുറത്താക്കി. അതിന് ഭയങ്കര ഒരു മാന്യതയുണ്ട്. പെൺകുട്ടിക്ക് എത്ര വയസ്സായി? 12 വയസ്സ്. എന്തിലോട്ട് കയറുകയാണ്? കൗമാരം കയറുകയാണ്. കൗമാരത്തിൽ കയറുന്ന ഒരു പെൺകുട്ടി മരിച്ചു കിടക്കുമ്പോൾ ഒരു പക്ഷേ പ്രോപ്പർലി ഡ്രസ്ഡൊന്നും ആയിരിക്കത്തില്ല. പക്ഷേ എൻ്റെ കർത്താവിനൊരു പ്രത്യേകതയുണ്ട്. ഒരു പെൺകുട്ടിയുടെയും ഒരു നഗ്നത, ഒരു അൺപ്രോപ്പറായിട്ടുള്ള ഒരു കാര്യം ആരും കാണാനും നാളെ ഓർക്കാനും ഇടയാക്കാവുന്ന, അവരെ പുറത്താക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരു പെൺകുട്ടിയുടെയും ഒരു നഗ്നത ആരും കാണുകയോ വാർത്തയാക്കുകയോ ചെയ്യരുതെന്ന് ആഗ്രഹിക്കുന്ന കർത്താവ് അവരെ മുഴുവൻ പുറത്താക്കിയിട്ട് കുഞ്ഞിൻ്റെ കയ്യെ പിടിച്ചിട്ട് ഒരു വാക്ക് പറഞ്ഞു, തലിത കുമി, ബാലു എഴുന്നേൽക്കുക. ക്ഷണത്തിൽ അവർ എഴുന്നേറ്റ് വന്നു. ഒരു വാക്ക് മതി. ബദിരനും മൂകനുമായ ഒരാളെ യേശുവിൻ്റെ അടുക്ക കൊണ്ടുവന്നപ്പോൾ യേശു അവൻ്റെ ചെവി കൈയിട്ട് ആകാശത്തേക്ക് നോക്കി നെടുവീർപ്പിട്ടിട്ട് ഒരൊറ്റ വാക്ക് പറഞ്ഞു, യഫത, തുറന്നു വരട്ടെ. ഒരു വാക്ക് മതി, അത്ഭുതം ചെയ്യും. ഇന്ന് രാത്രി യേശുവിൻ്റെ ഒരു വാക്ക്, റൈസ്, പിക്കപ്പ് യുവർ ബെഡ് ആൻഡ് ഗോ ഹോം. റൈസ്, പിക്കപ്പ് യുവർ ബെഡ് ആൻഡ് ഗോ ഹോം. ഇന്ന് രാത്രി ആ ഒരു വാക്കിൻ്റെ ശക്തി, യഫത, തലിത കുമി, ബാലെ എഴുന്നേക്ക്. എല്ലാവരും സ്തുതിച്ച് ആരാധിച്ചേ. സൂമിലുൾപ്പെടെ ലൈവിലുൾപ്പെടെ എല്ലാവരും ആവോളം സ്തുതിച്ച് ആരാധിക്കണം. വീഡിയോ ഓൺ ആക്കാവുന്നവർ, വീഡിയോ മാത്രം അൺമ്യൂട്ട് ചെയ്തിരിക്കാവുന്നവർ ഇന്ന് രാത്രി ഇരുന്നാൽ ഞങ്ങൾക്ക് അതുകൊണ്ട് പ്രസംഗിക്കാൻ ഒരു സന്തോഷമുണ്ട്. കാണുന്നവർക്കൊരു ഒരു ഒരു ഒരുക്കമുണ്ട്. നിങ്ങളെല്ലാവരും അറ്റൻറ്റീവ് ആണെന്നുള്ളൊരു ബോധ്യം കൂടെ ഉണ്ടാകും. അതുകൊണ്ട് ആവോളം ആകുന്നവർ വീഡിയോ ഓണാക്കുക. അതൊരു ഒരു ഒരു പ്രഭാഷകനുണ്ടാകുന്ന ഒരു മാനസികമായ ഒരു സന്തോഷമുണ്ട്. കാരണം അവരിവിടെ ഉണ്ടെന്നുള്ള അറിവ്. പക്ഷേ ഈ രാത്രി കർത്താവ് പറയുന്നു, ചിലരുടെ ജീവിതത്തിലേക്ക് അവിടുത്തെ ഒരു വാക്ക് വരുന്നുണ്ട്. ആ വാക്ക് നീ ഇനി അവിടെ കിടന്നോളാനല്ല, ആ വാക്ക് നിൻ്റെ കിടക്കയെടുത്ത് നടക്കാൻ, നിൻ്റെ കിടക്കയെടുത്ത് നടക്കാനാണ്. യേശുവിൻ്റെ നാമത്തിൽ എഫതാന്ന ആ വാക്ക്, റൈസ്, പിക്കപ്പ് യുവർ ബെഡ് ആൻഡ് ഗോ ഹോം. നീ എഴുന്നേറ്റ് പോ. ഇന്ന് വരെ നീ കിടന്നിടത്തുനിന്ന് നീ ഒന്ന് എഴുന്നേറ്റ്. നീ ഇന്ന് വരെ കിടന്ന രോഗശയ്യയിൽ എഴുന്നേറ്റ്. നീ ഇന്ന് വരെ കിടന്ന ബാധ്യതയിൽ നിന്ന് എഴുന്നേറ്റ്. നീ ഇന്ന് വരെ കിടന്ന നിരാശയുടെ പുതപ്പിനകത്തുനിന്ന് എഴുന്നേറ്റ്. കർത്താവ് ഇന്ന് രാത്രി പറയുന്നു, എഴുന്നേറ്റ്, എഴുന്നേക്ക്, എഴുന്നേക്ക്. റബന ഹദന റീബന ഹദന റഗന്. നീ ഒന്ന് എഴുന്നേക്കാൻ കർത്താവ് പറയുകയാണ്. എഴുന്നേക്കാൻ പറഞ്ഞാൽ ട്രൈ ചെയ്യണം. ആരും പിന്നെ കിടക്കരുത്. എഴുന്നേക്കണം, എഴുന്നേക്കണം. അവൻ്റെ ഒരു വാക്ക്, അവിടുത്തെ ഒരു വാക്കിന്ന് രാത്രി വരുന്നു, എഴുന്നേക്കുക. പിക്കപ്പ് യുവർ ബെഡ് ആൻഡ് ഗോ. എഴുന്നേറ്റ് നടന്നേ എന്ന് പറഞ്ഞാൽ നീ ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് സഹോദര, സഹോദരി, മാതാവേ, കൂടപ്പുറപ്പേ, എഴുന്നേക്കാൻ ദൈവം പറഞ്ഞാൽ എഴുന്നേറ്റാൽ കർത്താവിൻ്റെ വാക്ക്, നിന്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ. പൊയ്ക്കോ, നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ. ഒരു വാക്ക് മതി. കരങ്ങളടിച്ച് സ്തുതിച്ചേ. ഒരു വാക്ക് മതി, ഒരു വാക്ക് മതി, ഒരു വാക്ക് മതി. വിശ്വസിച്ച് പറയാമോ? അങ്ങനെ ഒരു വാക്ക് മതി. ആ വാക്കിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ ഒരു വാക്ക്
ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഉളവായതെല്ലാം അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യന്റെ വെളിച്ചമായിരുന്നുള്ളൂ. എല്ലാം ഉളവായത് യേശു മുഖാന്തരമെങ്കിൽ ഇന്ന് രാത്രി ആ വാക്കിന്റെ ശക്തി ഉളവാകട്ടെ എന്ന് ഒന്നുമില്ലായ്മയെ നോക്കി പറഞ്ഞ, ശൂന്യതയിൽ നോക്കി ഉളവാകട്ടെ എന്ന് പറഞ്ഞ, പാപം ശൂന്യമായിരുന്നതിനെ നോക്കി ഉളവാകട്ടെ എന്ന് പറഞ്ഞ ആ വാക്കിന്റെ ശക്തി, ആ വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി നമ്മുടെ വീടുകളിൽ വ്യാപരിക്കും, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വ്യാപരിക്കും, നമ്മളെ കിടക്കുന്ന ആ കിടപ്പുകളിൽ മേൽ വ്യാപരിക്കും. ഒരു വാക്ക് മതി, എനിക്കത് മതിയെ. എല്ലാവരും ചേർന്ന് കണ്ണടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ചുകൊണ്ട് ചേർന്ന് പാടി ആരാധിച്ച് പ്രിയപ്പെട്ട മക്കളോട് ഒരുമിച്ച് നമുക്ക് ഒരുമിച്ചൊന്ന് പാടാം. ഒരു വാക്ക് മതി, എനിക്കത് മതിയേ, ഒരു വാക്ക് മതി, എനിക്കത് മതിയേ. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ അടിച്ച് ശക്തിയോടെ ശബ്ദം ഉയർത്തി വിശ്വസിച്ചുകൊണ്ട് പറയുന്ന സമയത്ത് കർത്താവിന്റെ വാക്ക് പറയുന്നു, റൈസ്, പിക്ക് അപ്പ് യുവർ ബെഡ് ആൻഡ് ഗോ ഹോം. നീ എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് പോ, നീ എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് പോ, നീ എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് പോ, നീ എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് പോ. നീ നടക്ക, നിന്റെ വിശ്വാസം പോലെ. വിശ്വസിക്കുന്നുണ്ടോ? ഒരു ശതാധിപൻ തൻ്റെ തൻ്റെ ബാല്യക്കാരന് വേണ്ടി വിശ്വസിച്ചു, കൂട്ടുകാർ തൻ്റെ കൂട്ടുകാരന് വേണ്ടി വിശ്വസിച്ചെങ്കിൽ ഇന്ന് രാത്രി നീ നിനക്ക് വേണ്ടി വിശ്വസിക്ക്, നിന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി വിശ്വസിക്ക്. യേശുവിൻ്റെ ഒരു വാക്കിന് അത്ഭുതം ചെയ്യാൻ കഴിയോ? യേശു കർത്താവിൻ്റെ ഒരു വാക്കിന് അത്ഭുതം ചെയ്യാൻ കഴിയോ? ചേർന്ന് പാടി നമുക്കൊന്ന് സ്തുതിച്ച് വിശ്വാസത്തോടെ, ഒരു വാക്ക് മതി, എനിക്ക് അത് മതിയെ കർത്താവേ, ആ ഒരു വാക്കിന് രാത്രി എനിക്ക് മതി, എനിക്ക് ആ വാക്ക് മതി, എനിക്ക് ആ വാക്ക് മതി, ആ വാക്ക് എനിക്ക് മതി. ചേർന്ന് ഒരു വാക്ക് മതി, എനിക്കത് മതി കർത്താവേ, എനിക്കത് മതിയേ, എനിക്കത് മതിയേ, എനിക്കത് മതിയേ, ഒരു വാക്ക് മതിയേ. ഒരു വാക്ക് മതിയേ, എനിക്കത് മതിയേ. ചേർന്ന് സ്തുതിച്ചുകൊണ്ട് ആരാധനയോടെ ഒരു വാക്ക് മതി, എനിക്കത് മതിയേ, 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 ഒരു വാക്ക് മതി, എനിക്കത് മതിയേ. എന്റെ പുറക്കകത്ത് വരാൻ ഞാൻ പോരാത്തവനാണ്, എന്റെ കൂടെ നിരിപ്പാനും ഞാൻ പോരാത്തവനാണ്. എന്റെ പുറക്കകത്ത് വരാൻ ഞാൻ പോരാത്തവനാണ്, എന്റെ കൂടെ നിരിപ്പാനും ഞാൻ പോരാത്തവനാണ്. ഒരു വാക്ക് മതി, എനിക്കത് മതിയേ, ഒരു വാക്ക് കർത്താവിന്റെ ഒരു വാക്ക് എനിക്കത് മതിയേ, ഒരു വാക്ക് മതി, എനിക്കത് മതിയേ, ഒരു വാക്ക് മതി, എനിക്കത് മതിയേ. അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ, അധികാരത്തിൽ നിന്നേ പോരാരുമില്ലേ, അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ, അധികാരത്തിൽ നിന്നേ പോരാരുമില്ലേ. എൻ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞ, എൻ നിലവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞ, എൻ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞ, എൻ നിലവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞ. നീ പറഞ്ഞാൽ ദീനം മാറും, നീ പറഞ്ഞാൽ മരണം മാറും, നീ പറഞ്ഞാൽ ദീനം മാറും, യേശു പറഞ്ഞാൽ മരണം മാറും. യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്നുള്ളൂ, യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്നുള്ളൂ. ഒരു വാക്ക് മതി, എനിക്കത് മതിയേ, ഒരു വാക്ക് മതി, എനിക്കത് മതിയേ, ഒരു വാക്ക് മതി, എനിക്കത് മതിയേ, ഒരു വാക്ക് മതി, എനിക്കത് മതിയേ. എനിക്ക് പുകഴാനാരും ഈ ഭൂമിയില്ലേ, യേശുവിനെ പോൽ ശ്രേഷ്ഠൻ വേറാരുമില്ലേ, എനിക്ക് പുകഴാനാരും ഈ ഭൂമിയില്ലേ, യേശുവിനെ പോൽ ശ്രേഷ്ഠൻ വേറാരുമില്ലേ. എൻ നിരാശകൾ
നിരാശകൾ മാറും. ഒരു വാക്കു നീ പറഞ്ഞാൽ എൻ പിഴവുകളും മാറും. ഒരു വാക്കു നീ പറഞ്ഞാൽ പാപം മാറും. നീ പറഞ്ഞാൽ ശാപം മാറും. നീ പറഞ്ഞാൽ പാപം മാറും. നീ പറഞ്ഞാൽ ശാപം മാറും. യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ. യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ. ഒരു വാക്കു മതി, എനിക്കത് മതിയേ. 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 രാത്രി ജനത്തിന് വേണ്ടി ഒരു വാക്ക്, എഴുന്നേറ്റതിന്റെ കിടക്കെടുക്കാന്ന് പറയുന്ന ഒരു വാക്ക്, രാത്രി ജനത്തിന് വേണ്ടി ഒരു വാക്ക്, അവരുടെ കിടക്കുള്ള നോക്കി ഒരു വാക്ക്, അവരുടെ മക്കളെ നോക്കി ഒരു വാക്ക്, അവരുടെ അടഞ്ഞ വഴികളെ നോക്കി ഒരു വാക്ക്, എപ്പോഴാ തുറന്നു വരിക. എനിക്കത് മതിയേ. ഒരു വാക്ക്, ഒരു വാക്കു മതി, പോക, നിന്റെ കിടക്കെടുക്കുന്ന ഒരു വാക്കു മതി, എനിക്കത് ഒരു വാക്ക്. ഒരു വാക്കു മതി, എനിക്കത് മതിയേ. ഒരു വാക്കു മതി, ഒരു വാക്കു മതി. കിടപ്പുരോഗികളുടെ മേലെ വാക്ക്, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ പക്ഷാഘാതം വന്ന് തളർന്നുപോയ ഞരമ്പുകളെ നോക്കി, ശരീരത്തിന്റെ ബലഹീന ഞരമ്പുകളെ നോക്കി, അസ്ഥികളെ നോക്കി ഇത് രാത്രി കർത്താവിന്റെ വചനം പറയുന്നു, Rise, pick up your bed and go. എഴുന്നേറ്റ് നടക്കുക. ആ ഒരു വാക്കിന്റെ ശക്തി കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ, വ്യക്തികളിലേക്ക് വ്യാപരിക്കട്ടെ. ഒരു വാക്കു മതി, ആ ഒരു വാക്കിന്റെ ശക്തി. എത്ര പേര് രാത്രി കർത്താവിനോട് പറയും, എൻ്റെ ജീവിതത്തിലേക്ക് ആ ഒരു വാക്ക് മതി കർത്താവേ, അതെനിക്ക് മതി. അങ്ങനെയുള്ളവരെല്ലാം കരമുയർത്തി പറഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിന്റെ വ്യക്തിപരമായ തളർന്നു പോയ മേഖലകളിലേക്ക്, അതായത് എന്തുമാകട്ടെ, തളർന്നു പോയ ബിസിനസ് ആകട്ടെ, തളർന്നു പോയ സാമ്പത്തിക മേഖലയാകട്ടെ, എവിടെയോ മുടങ്ങിപ്പോയ വിദ്യാഭ്യാസമാകട്ടെ, പൂർത്തീകരിക്കാത്ത വിദ്യാഭ്യാസ മേഖല, കർത്താവിന്റെ ആത്മാവിലേക്ക് നിയോഗം തരുന്നു. പൂർത്തീകരിക്കാത്ത ചില പേപ്പറുകൾ യേശുവിൻ്റെ നാമത്തിൽ, ഇനി പേപ്പറുകൾ ബാക്കിയുണ്ട്, കോഴ്സ് സർട്ടിഫിക്കറ്റ് ഉണ്ട്, പക്ഷെ കംപ്ലീഷൻ അല്ല. യേശുവിൻ്റെ നാമത്തിൽ പൂർത്തീകരിക്കാതെ പോയ നിന്റെ മേഖലകളിലേക്ക് കർത്താവിൻ്റെ വചനം പറയുന്നു, റൈസ്, പിക്ക് അപ്പ് യുവർ ബെഡ്. നീ എഴുന്നേറ്റ് കുഞ്ഞെ, എഴുന്നേറ്റ് പരീക്ഷ എഴുതാൻ തയ്യാറായേ. നിരാശയുടെ പുതപ്പിനകത്തുനിന്ന് പുറത്തു വന്നേ, എല്ലാവരും പുറത്തു വന്നേ. യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ്. എല്ലാ ഡിപ്രഷൻ്റെ സ്പിരിറ്റും മാറട്ടെ. എഴുന്നേറ്റ്, യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ്. കർത്താവിൻ്റെ വചനം ധൈര്യത്തോടെ വിശ്വസിക്കുക. ആ ഒരു വാക്കിൻ്റെ ശക്തി നോക്കൂ. എഴുന്നേക്കുക, നിന്റെ കിടക്കി എടുത്ത് നടക്കുക. ഇരുന്നാട്ട് ശതാധിപൻ ആ പാപം പിടിച്ചവനെ തൻ്റെ വീട്ടിൽ സൂക്ഷിക്കുവാൻ തയ്യാറായി. ആ കമ്പനിക്ക് വേണ്ട ചിലപ്പം രോഗം പോയവന്, വീട്ടിൽ വേലയ്ക്ക് നിൽക്കുന്നവർ തളർന്നു പോയാൽ നിങ്ങൾ അവരെ വേലയ്ക്ക് വിളിക്കണമെന്നില്ല, പൊക്കോളം പറയും. പക്ഷെ ഇന്ന് രാത്രി ആർക്കും വേണ്ടാത്തവരെ വേണ്ട ഒരു യേശുവുണ്ട്. ആർക്കും വേണ്ടാത്തവരെ ചേർത്ത് പിടിക്കുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവ് ഇന്ന് രാത്രി നിങ്ങളോട് പറയുന്നു, നിങ്ങളെ എനിക്ക് ആവശ്യം ഉണ്ട്, നിങ്ങളെ എനിക്ക് ആവശ്യമുണ്ട്. ഉറക്കെ കർത്താവിനെ സ്തുതിച്ചാട്ട് ഹല്ലേലൂയ. 9-ാം അധ്യായത്തിൽ നാം കാണുന്നു, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നീ എന്ത് ചെയ്യുക, നടക്കാം. ഇനി 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവ് വീണ്ടും പറയുകയാണ്, നിങ്ങൾ പോകണം, ഗോ and proclaim as you go, say. നീ പോകണം. ശിഷ്യന്മാരെ വിളിച്ചിട്ട് 10-ാം അധ്യായം 6 മുതലുള്ള വാക്യം കാണുന്നു, ഇസ്രായേലിനെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്ക് തന്നെ ചെല്ലുവൻ. നിങ്ങൾ പോകുമ്പോൾ, while you go and proclaim as you go, say the kingdom of heaven is at hand. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് പ്രഘോഷിക്കണം. അടുത്തത്, നിങ്ങൾ പോയി പ്രഘോഷിക്കണം. ഒന്ന്, നീ പൊയ്ക്കോ, നിന്റെ വാക്ക് പോലെ നിനക്ക്
ഭവിക്കട്ടെ. 2, പക്ഷപാതക്കാരനോട് കൂട്ടുകാർ ചുമന്നു കൊണ്ടുവന്ന പക്ഷപാതക്കാരനോട് പറയുന്നു, റൈസ്, പിക്കപ്പ് യുവർ ബെഡ് ആൻഡ് ഗോ, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് പോക. 3, ശിഷ്യരോട് കർത്താവ് പറയുന്നു, പൊയ്ക്കോ, നീ പോക. ഗോ ആരോട് പറയുക? എല്ലാവരോടും ഒരു വാക്കാണ്. നമ്മളെല്ലാം ശിഷ്യരാണ്. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട പിതാവിൻ്റെ ഗ്രേറ്റ് കമ്മീഷൻ, നിങ്ങൾ പുറപ്പെട്ട പിതാവിൻ്റെ പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്ഥാനം കഴിപ്പിച്ചു. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കി. കർത്താവ് നമ്മളെ എല്ലാവരെയും വിളിക്കുന്ന ശിഷ്യത്വത്തിലേക്കുള്ള വിളിയാണ്. അതിൽ കുറഞ്ഞ ഒരു വിളിയില്ല. എല്ലാവരെയും ശിഷ്യരാക്കിയാണ് കർത്താവ്. അപ്പോൾ ആ ശിഷ്യരാക്കുന്ന കർത്താവ് പറയുന്നു, ശിഷ്യരോട് പറയുകയാണ്, നിങ്ങൾ പോകണം, പ്രൊക്ലൈം ആസ് യു ഗോ. നിങ്ങൾ പോയിട്ട് പറയണം. എന്താണ് പറയേണ്ടത്? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. എന്നിട്ട് പോയിട്ട് പറയുകയാണ്, രോഗികളെ സുഖപ്പെടുത്തണം, മരിച്ചവരെ ഉയർപ്പിക്കണം, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കണം, ഭൂതങ്ങളെ പുറത്താക്കണം, സൗജന്യമായി നമുക്ക് ലഭിച്ചത് സൗജന്യമായി കൊടുക്കണം, വഴിക്ക് പൊക്കണവും ചെരുപ്പും വടിയും ഒന്നും എന്ത് ചെയ്യരുത്, കരുതരുത്. അടുത്തൊരു വാക്ക്, വേലക്കാരൻ തൻ്റെ ആഹാരത്തിന് യോഗ്യനല്ലോ. കർത്താവ് പറയാണ്, നീ പൊയ്ക്കോ, ഒന്നും എടുക്കാതെ പൊയ്ക്കോ, ഒന്നും കരുതാതെ പൊയ്ക്കോ, ഒന്നും കരുതാതെ പൊയ്ക്കോ. എന്നിട്ട് പറയുന്നു, നിങ്ങളൊരു പട്ടണത്തിലോ ഗ്രാമത്തിലോ ഒക്കെ ചെല്ലുമ്പോൾ എന്ത് ചെയ്യണം? വീട്ടിൽ ചെല്ലുമ്പോൾ അതിന് വന്ദനം പറയണം. അതിന് സമാധാനം യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിന്മേൽ എന്ത് ചെയ്യട്ടെ, വരട്ടെ. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, എത്ര വലിയ കൃപാവരപ്രാപ്തരായ, എത്ര വലിയ ശക്തരായ ദൈവദാസന്മാർ വന്ന് ഏത് പ്രവചനം പറഞ്ഞാലും, ഏത് ദൂത് പറഞ്ഞാലും, ഏത് വചനം പറഞ്ഞാലും അത് സ്വീകരിക്കാൻ നമുക്കൊരു യോഗ്യത വേണം. നമ്മുടെ യോഗ്യത ഒരുക്കപ്പെട്ട ഒരു നിലയാണ്. ഒരുക്കപ്പെട്ട നിലവും ഒരുങ്ങിയ ഒരു മനസ്സും ഒരു വിശ്വാസവും ഉണ്ടെങ്കിൽ നമുക്ക് സ്വീകരിക്കാം. എപ്പോഴും നമ്മൾ ഓർക്കുന്നൊരു കാര്യമുണ്ട്, വചനം പോകുന്നുണ്ടോ എന്ന് നമുക്കറിയാം, വചനം പോകാതെ തിരിച്ചു വരുന്നതും അറിയാം. ഒരു പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തനെത്ര ശബ്ദകോശത്തോടെ പ്രസംഗിച്ചാലും ചിലത് ഭിത്തിയെ തട്ടി തിരിച്ചു വരുമ്പോൾ നെഞ്ചിന് ഭയങ്കര ഖനമാണ്. നേരെ തിരിച്ച് ഇവിടെ വരും, ഇതിങ്ങനെ ഇവിടെ വന്ന് ഇടിക്കും. പക്ഷെ നഷ്ടമൊന്നും വരത്തില്ല. ഈ പറയുന്ന എല്ലാം ഞങ്ങൾ മേടിച്ചുകൊണ്ടങ്ങ് പോകും. അത്രയേ ഉള്ളൂ, ഒന്നും പോകത്തില്ല. അതിന് വന്ദനം പറയുവാൻ യോഗ്യതയില്ലെങ്കിൽ നേരെ ഇങ്ങോട്ട് എന്ത് ചെയ്യട്ടെ, പോകട്ടെ. ഞാൻ എപ്പോഴൊക്കെയോ പറഞ്ഞ ഒരു ഉദാഹരണം വീണ്ടും ഒന്ന് പറയാൻ ഇഷ്ടമുണ്ട്. ഞങ്ങളുടെ ഒരു സുഹൃത്ത് UK അദ്ദേഹത്തെ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ വീട്ടിൽ, ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടോ എന്ന് സംശയം, പലപ്പോഴും വരുന്നതാണ്, എന്നാലും പറയട്ടെ. അദ്ദേഹത്തെ വിളിക്കുന്ന ഒരു പേര് പെട്ടിയോട്ടം എന്നാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഞാൻ എപ്പോഴൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, പെട്ടിയോട്ടം എന്നാണ് വിളിക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, എന്തിനാ ഈ പെട്ടി എന്ന് വിളിക്കുന്നത്? അപ്പോൾ ആ കൂട്ടുകാരൻ പറഞ്ഞു, പണ്ട് യോഗത്തിലിരിക്കുമ്പോൾ വെളിപ്പാട് കാണും രാത്രി. അപ്പോൾ ശുശ്രൂഷ വരുന്നുണ്ടെന്ന് പറയുമ്പോൾ പുള്ളിക്കാരൻ പറയും, ഇങ്ങോട്ട് പോരട്ടെ, ഒരു വിസ വരുന്നുണ്ട്, ഇങ്ങോട്ട് പോരട്ടെ, ഒരു ബന്ധനം അതുവഴി കയറി വരുന്നുണ്ട്, അത് അങ്ങോട്ട് പോയിക്കോട്ടെ. അപ്പോൾ എല്ലാവരും പറഞ്ഞു, ഇവൻ കിട്ടുന്ന എല്ലാം മേടിച്ചോണ്ട് പോകും, പെട്ടിയോട്ടം, അത് പെട്ടിയോട്ടോയാ. അങ്ങനെ പുള്ളിക്ക് പേരായി എന്താ, പെട്ടിയോട്ടം. അങ്ങനെ ഇന്നും പെട്ടിയോട്ടം എന്ന് അറിയപ്പെടുന്നത് ആ ഒരു ഗായികനിടയിൽ. പക്ഷെ സത്യമാണ്, പെട്ടിയോട്ടം അനുഗ്രഹിക്കപ്പെട്ടു, കിട്ടുന്നതെല്ലാം മേടിച്ചോണ്ട് പോകാൻ തയ്യാറായിട്ടിരുന്നോളൂ. ആ ഭവനത്തിന് യോഗ്യതയുണ്ടെങ്കിൽ സമാധാനം ഇങ്ങോട്ട് വരട്ടെ, യോഗ്യതയില്ലെങ്കിൽ അത് അങ്ങോട്ട് തന്നെ പോകട്ടെ. അപ്പം നമ്മുടെ ഒരു പാർട്ടിസിപ്പേഷൻ അതിനകത്ത് വരുന്നുണ്ട്, സ്വീകരിക്കുവാൻ. എന്നിട്ട് പറഞ്ഞു, പൊയ്ക്കോളാൻ പറഞ്ഞു. ഒന്നും എടുക്കരുത്, പൊയ്ക്കോ, ഒന്നും എടുക്കരുത്, പൊയ്ക്കോ. വേലക്കാരൻ തൻ്റെ കൂലിക്ക് യോഗ്യത. ഈ കമ്പനിയുടെ, ദൈവരാജ്യ കമ്പനിയുടെ പ്രത്യേകതയാണ് ഒന്നും എടുക്കാതെ പൊക്കോളാൻ. ബാക്കി എല്ലായിടത്തും നമ്മൾ പോകുമ്പോൾ ചോദിക്കുന്നത് എല്ലാം എന്ത് ചെയ്തോന്നാ, എടുത്തോ, എന്തൊക്കെ എടുത്തോ. ഒരു പെട്ടി 500 പ്രാവശ്യം തപ്പും. ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ ഏറ്റവും അത്യാവശ്യം പറയും, എന്തെടുത്തോ, പാസ്പോർട്ട് എടുത്തോ, പൈസ എടുത്തോ, ഡോളർ മാറിയോ, അല്ലെങ്കിൽ റിയാൽ ആക്കിയിട്ടുണ്ടോ, ഒന്നുമില്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഡെബിറ്റ് കാർഡ് ഉണ്ടോ, എല്ലാം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടേ പോകത്തുള്ളൂ യാത്രയ്ക്ക്. പക്ഷെ കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ പേരിൽ പറയുന്നു, ഒന്നും എന്ത് ചെയ്യരുത്, എടുക്കരുത്. ബാക്കി എല്ലാത്തിനും ഹോൾ ടിക്കറ്റ് എടുത്തോ, പെൻസിൽ എടുത്തോ, പേന എടുത്തോ, കാർഡ് എടുത്തോ, എല്ലാം എടുത്തോ. പക്ഷെ ഇവിടെ ചോദിക്കുന്നു, ഒന്നും എന്ത് ചെയ്യരുത്, എടുക്കരുത്. നിനക്ക് ഒന്നും എടുക്കണ്ട, നിനക്ക് വേണ്ടതെല്ലാം കരുതി വെച്ച ഒരു കമ്പനിയുടെ ബിസിനസ്സുണ്ട്. അതാണ് ഈ ദൈവരാജ്യത്തിൻ്റെ വേല. എൻ്റെ പൊന്നോമന മക്കളെ, ഒന്നും വയ്ക്കോ, ഞാൻ നിന്റെ കൂടെയുണ്ട്, കരുതണ്ട നീ, ഞാൻ നിനക്ക് വേണ്ടി എല്ലാം കരുതിക്കോളാന്ന് പറയുന്ന ഒരൊറ്റ കമ്പനി ഉണ്ടെങ്കിൽ ആ കമ്പനിയാണ് ദൈവരാജ്യമെന്ന കമ്പനി. ഇന്ന് രാത്രി ആ കമ്പനിക്ക് ആളെ വേണം കേട്ടോ. ആ കമ്പനിയിലേക്ക് റിക്രൂട്ട്മെന്റ് നടക്കുകയാണ്. കണ്ടീഷൻ, ഒന്നും എടുക്കുക, എനിക്കൊന്നും വേണ്ട, ഞാനങ്ങ് വരികയാണെന്ന് പറയുന്നവരെ ഈ കമ്പനിക്ക് മതി. എന്ത് കിട്ടും എന്ന് ചോദിക്കുന്നവരെ ഈ കമ്പനിക്ക് വേണ്ട, ഞാൻ വരാം എന്ന് പറയുന്നവരെ ഈ കമ്പനിക്ക് വേണം. പലപ്പോഴും ഈ കമ്പനിയിൽ ആളെ എടുക്കുമ്പോൾ അന്നേരമേ ഡിസ്ക്വാളിഫൈ ആകുന്നത് എന്താണെന്നറിയാമോ? ഞാൻ പലരോട് ചോദിച്ചിട്ടുണ്ട്, കർണാടക വേല ചെയ്യാൻ അല്ലെങ്കിൽ ശുശ്രൂഷയ്ക്കൊക്കെ വരുമ്പോൾ എന്ത് കിട്ടും, എന്തു തരാം, അവരെ അന്നേരം ഞങ്ങൾ ഡിസ്ക്വാളിഫൈ ചെയ്യും. അങ്ങനെ ചോദിക്കുന്ന ഒരാളെയും ഈ കമ്പനി എടുക്കത്തില്ല. കാരണം എന്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ ഉത്തരം ഇത്രയേ ഉള്ളൂ, നോ ശമ്പളം.
നോ ശമ്പളം. ശമ്പളം ഇല്ലാത്തൊരു കമ്പനി. ശമ്പളം കൊടുക്കരുതെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഒറ്റ ദൈവദാസനെ ശമ്പളം കൊടുക്കരുത്. ശമ്പളം കൊടുത്താൽ എന്താ കൊടുക്കും? പറ. ശമ്പളം കൊടുത്താൽ എന്താ കൊടുക്കും? ശമ്പളം കൊടുത്താൽ ശമ്പളം കൊടുക്കും. 20,000, 30,000, 40,000, 50,000 എത്രയെങ്കിലും കൊടുക്കട്ടെ, അത്രയല്ലേ കിട്ടത്തുള്ളൂ. പക്ഷേ ഈ കമ്പനിയുടെ ഒരു പ്രത്യേകതയുണ്ട്. ഈ കമ്പനിക്ക് എങ്ങനെ ശമ്പളം കൊടുക്കുന്നറിയോ? ഈ കമ്പനിക്ക് ശമ്പളം കൊടുക്കുന്നത് ഒരൊറ്റ പ്രത്യേക രീതിയിലാണ്. അന്നോ ഞങ്ങൾക്കുള്ളതെല്ലാം തന്നു പോറ്റുന്നു, അന്നോ ഞങ്ങൾക്കുള്ളതെല്ലാം തന്നു പോറ്റുന്നു, ഇന്നു എന്നും തന്നു. അന്നൊന്നും ഞങ്ങൾക്കുള്ളതെല്ലാം തന്നു പോറ്റുന്ന ഒറ്റ കമ്പനി ഉണ്ടോ? നീഡ് ബേസ്, നിനക്ക് ആവശ്യമുള്ളതെല്ലാം ഈ കമ്പനി തന്നോളാം എന്ന് പറയുന്ന ഏതെങ്കിലും കമ്പനി ഉണ്ടോ? അങ്ങനെ ഒരു കമ്പനി ഉണ്ടെങ്കിൽ അത് ഈ കമ്പനിയാണ്. ഇന്നൊന്നും വേണ്ടായോ? ഒന്നും തരത്തില്ല. നാളെ എന്ത് വേണോ അത് കിട്ടും. അതാണ് ഈ കമ്പനിയുടെ പ്രത്യേകത. ഈ കമ്പനിക്ക് ശമ്പളമില്ല, ഈ കമ്പനിക്ക് ശമ്പളമില്ല, ഈ കമ്പനിക്ക് ഗ്രാറ്റുവിറ്റി ഇല്ല, ഈ കമ്പനിക്ക് PF ഇല്ല, പക്ഷെ ഈ കമ്പനിക്ക് പെൻഷൻ ഇല്ല. ഈ കമ്പനിക്ക് ഒരൊറ്റ പ്രത്യേകതയുണ്ട്: മരിക്കുവോളം ഞാൻ നിന്നെ ചുമന്നോളാം, മരിക്കുവോളം ഞാൻ നിന്നെ ചുമക്കാം, അന്നന്ന് നിനക്കുള്ളതെല്ലാം ഞാൻ തരും. അതാണ് ദൈവരാജ്യത്തിന്റെ കമ്പനി. വിളിക്കുകയാണ് ചെറുപ്പക്കാരെ, വിളിക്കുകയാണ് പ്രിയമുള്ളവരെ, വിളിക്കുകയാണ്. ഈ കമ്പനിയുടെ വേലയ്ക്ക് വേണ്ടി കർത്താവ് വേണം. കർത്താവിന്റെ കണ്ടീഷൻ: പൊയ്ക്കോ, പൊയ്ക്കോ, യു ഗോ ആൻഡ് പ്രൊക്ലെയിം. നീ പോയാൽ മതി, നിനക്ക് വേണ്ടതെല്ലാം ഞാൻ കരുതിയിട്ടുണ്ടെന്ന് ദൈവം. ആ പറയുന്ന കമ്പനിയിലേക്ക് എൻ്റെ പൊന്നോമന സഹോദരങ്ങളെ, നിങ്ങളുടെ മക്കളെ വിളിക്കണം. നിങ്ങൾ ചോദിക്കും, കുഞ്ഞെവിടെ വർക്ക് ചെയ്യുന്നത്? കുഞ്ഞ് ഇന്നിടത്താണ്, അവിടെയാണ്, ഇവിടെയാണ്. എന്നിട്ട് കൂടെ പറയും MNC കമ്പനിയാണ്, മൾട്ടിനാഷണൽ കമ്പനി. മൾട്ടിനാഷണൽ കമ്പനി എവിടെ നിന്ന് വർക്ക് ചെയ്യുന്നു? കേരളത്തിൽ ഇരുന്നുകൊണ്ട് വർക്ക് ചെയ്യുന്നു. കണ്ടീഷൻ: സായിപ്പിൻ്റെ സമയത്ത് ഇവിടെ വർക്ക് ചെയ്യണം. ഉറക്കളച്ച് ഗതികേട് വരും. ഇവിടെ ഉറക്കളച്ചാലും നേരത്തെ ഉണർന്നാലും ഒരൊറ്റ വാക്കേ പറയത്തുള്ളൂ: നിനക്ക് ആവശ്യമുള്ളത് ഞാൻ തരും, നിനക്ക് ആവശ്യമുള്ളത് ഞാൻ തരും. പൊയ്ക്കോ, വേലക്കാരൻ കൂലിക്ക് യോഗ്യനാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ നമ്മുടെ യോഗ്യതയല്ല, അവിടെ മാനദണ്ഡം കർത്താവിൻ്റെ യോഗ്യതയാണ് മാനദണ്ഡം. നോക്കൂ, അന്നൊന്നും തരുന്ന ഒരു ദൈവം. എന്നിട്ട് മുമ്പോട്ട് പോകുമ്പോൾ പറയുകയാണ്: എൻ്റെ നിമിത്തം നിങ്ങളെ കൊണ്ടുവന്ന ന്യായാധിപ സഭകളൊക്കെ ആക്കും. പക്ഷെ നിങ്ങൾ എന്തായിരിക്കണം? പ്രാവിനെ പോലെ നിഷ്കളങ്കരും പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരാണ്. ദൈവരാജ്യ പ്രൊക്ലമേഷന് കർത്താവ് പറയുമ്പോൾ 2 ക്വാളിഫിക്കേഷനാണ്. ഒന്ന്, നിഷ്കളങ്കത വേണം, നിഷ്കളങ്കത വേണം. മനസ്സിലായില്ലേ? പ്രത്യേക ഒരു കാര്യമാണ്. ഉഡായിപ്പിനെ ആവശ്യമില്ലാത്തൊരു കമ്പനിയുണ്ട്, അതാണ് ദൈവരാജ്യ കമ്പനി. ഉഡായിപ്പ് എന്ന് പറഞ്ഞാൽ അറിയാവോ? മോനറിയാവോ? പാട്ടുപാടി ഞങ്ങളുടെ സുഹൃത്താണോ മോനെ? ഉഡായിപ്പ് എന്ന് പറഞ്ഞാൽ അറിയാവോ? അറിയാവോ? ശരിക്കും ഞാൻ ചോദിച്ചാൽ അറിയത്തില്ല. എന്നാൽ ഉഡായിപ്പ് എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടോ? എന്തിനാ പറയുന്നേ മോനെ? ഉഡായിപ്പ് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലല്ല, ഈ വലിയ തടിലൂറിയും വെച്ചോണ്ട് വണ്ടി കയറിപ്പോവും, കയറ്റം കയറിപ്പോവും. കയറ്റം കയറി പോകുമ്പോൾ ഇതിങ്ങനെ കയറത്തില്ല, ഭയങ്കര ഫസ്റ്റ് ഇട്ട് ഇങ്ങനെ പോകും. ഫസ്റ്റ് ഇട്ട് ഇങ്ങനെ പോകുമ്പോൾ കിളി എന്ന് പറഞ്ഞൊരു സാധനമാണ്. ആരുടെ അറിയാം? കിളി ചാടി ഇറങ്ങിയിട്ട് വണ്ടിക്ക് എന്താ വെച്ച് കൊടുക്കും? അടയെന്നല്ല അതിന് പറയുന്നത്, ഊടെന്നാ പറയുന്നത്. ഊട് വെച്ച് കൊടുക്കും. അപ്പോൾ വണ്ടി ഇങ്ങനെ ടയർ കയറുന്ന അനുസരിച്ച് എന്താ വെക്കും? ഊട് വെക്കും. അതനുസരിച്ച് വണ്ടി എന്ത് ചെയ്യും? കയറിപ്പോവും. കിളിയും ഡ്രൈവറുമായി ഉടക്കാണെങ്കിൽ ഊടയക്കും. അപ്പോൾ വണ്ടി എങ്ങോട്ട് പോകും? അവൻ്റെ പേരാണ് ഊട് ആയപ്പ്. മനസ്സിലായോ? അതായത് ചെറുപ്പാസം ഇങ്ങനെ വലിഞ്ഞ് വണ്ടി കയറി പോകുമ്പോൾ ഊടയക്കുന്ന പാർട്ടിയെ ഇവിടെ വേണ്ട, കമ്പനിക്ക് വേണ്ട. ചെറുപ്പാസൊക്കെ ഒന്ന് അയച്ചു കൊടുത്തേക്കണേ. ഉടായ്പകളെ ആവശ്യമില്ലാത്ത ഒരു കമ്പനിയുണ്ട്, അതാണ് ദൈവരാജ്യ കമ്പനി. നമ്മൾ കഷ്ടപ്പെട്ട് ഉപവാസം ഇരുന്ന് വലിഞ്ഞ് ഗ്ലൂറി ഹല്ലേലൂയ രക്തം ജയം പറഞ്ഞ് കയറിപ്പോകുമ്പോൾ ഊടയക്കുന്നവരില്ലേ? ഇല്ലേ? ആ പാർട്ടി വേണ്ടാത്ത ഒരു കമ്പനി. അതുകൊണ്ട് ഈ കമ്പനിയുടെ ആവശ്യം നിഷ്കളങ്കരായിരിക്കണം. നിഷ്കളങ്കതയുണ്ടോ? ക്വാളിഫിക്കേഷൻ ഒന്ന്, MA PhD ഉണ്ടോ, എക്സ്പീരിയൻസ് ഉണ്ടോ ഒന്നും ചോദിക്കത്തില്ല. ഈ കമ്പനിക്ക് ഒരൊറ്റ ആവശ്യം: നീ നിഷ്കളങ്കനായിരിക്കണം. നിഷ്കളങ്കതയുണ്ടോ? ഈ കമ്പനിക്ക് വേണം. കഴിവ് വേണ്ട, പ്രാപ്തി വേണ്ട. ഉണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. പാട്ട് പാടാൻ കഴിവുണ്ടെങ്കിൽ നല്ലത്, ഓർഗൻ വായിക്കുന്ന കഴിവുണ്ടെങ്കിൽ നല്ലത്, കമ്പ്യൂട്ടർ അത് ചെയ്യാൻ എഡിറ്റ് ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ നല്ലത്, പ്രസംഗിക്കാൻ കഴിവുണ്ടെങ്കിൽ നല്ലത്. പക്ഷേ ഈ കമ്പനിക്ക് ഇതൊന്നും അല്ല ആവശ്യം. ഈ കമ്പനിക്ക് നിഷ്കളങ്കതയായി ഉള്ളവരെ വേണം. കരമടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് നിഷ്കളങ്കത ക്വാളിഫിക്കേഷനായി ചോദിക്കുന്ന നിഷ്കളങ്കത. പാവിനെ പോലെ
നിഷ്കളങ്കത വേണം. പിന്നെ പാമ്പിനെ പോലെ എന്തുണ്ടായിരിക്കണം? ബുദ്ധി ഉണ്ടായിരിക്കണം. പാമ്പിൻ്റെ ബുദ്ധി എന്താണ്? വിവേചിക്കാനുള്ളൊരു ബുദ്ധിയുണ്ട്. രണ്ടാമത് ഒരു പ്രത്യേകത ഞാൻ ചിലപ്പോഴൊക്കെ കാണുന്നുണ്ട്. ഈ പാമ്പിനെ കൊല്ലാൻ നിയമമില്ല, പാമ്പിനെ കൊന്നാൽ വിവരം അറിയും. എന്നാൽ പോലും ഇപ്പോഴല്ല നിയമമൊക്കെയാണ്. നിയമമാകുന്നതിന് മുമ്പ് പാമ്പിനെ അടിച്ചു പോരുന്നത് ഞാൻ കണ്ടു. കൊച്ചിയിലെ പാമ്പിനെ അടിക്കുമ്പോൾ അടിക്കാൻ അറിയാവുന്നൊരു പറയുന്നൊരു കാര്യമുണ്ട്. അടി കൊടുക്കുകയാണെങ്കിൽ എവിടെ അടിച്ചിരിക്കണം? തലക്കടി. അതുകൊണ്ട് പാമ്പ് എപ്പോഴും തലക്കടി. ഈ വണ്ടി കയറി ചിലപ്പം പാമ്പ് റോഡിൽ കിടക്കും. തലയ്ക്കാ കയറിയെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ചിലപ്പോൾ ഈ വണ്ടി എവിടെ കയറും? നടുക്കൂടെ കയറും. ഒരു കുഴപ്പമുണ്ട്. അതുവഴി ആരെങ്കിലും പോയാൽ അടുത്ത് ചെന്നാൽ ചിലപ്പോൾ എന്തോ കിട്ടും? കൊത്ത് കിട്ടും. പാമ്പിനെ അടിക്കുമ്പം തലക്കടിക്കാന്ന് പറയും. ഈ തലക്കടി കൊള്ളാതെ പാമ്പ് നോക്കും. ഇതുപോലെ ദൈവമക്കൾ എപ്പോഴും തലക്കടി ഏക്കരുത് എന്ന് പറഞ്ഞാൽ നിരാശപ്പെടരുത്. പിശാച് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ആയുധമാണ്. എത്ര മിടുക്കരെ ഒറ്റയടിക്ക് താഴെ ഇടാം. ഒരു നിരാശ കയറ്റി വിട്ടാൽ മതി. പെട്ടെന്ന് ഈ തളർന്നു പോകുന്ന മക്കൾ, ഈ ഡിപ്രഷനാകുന്ന മക്കൾ, ആരെങ്കിലും മോശമാണോ? നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് പഠിച്ച പിള്ളേർക്കാണോ ടെൻഷൻ? ഒന്നും പഠിക്കാത്ത പിള്ളേർക്കാണോ ടെൻഷൻ? ഒന്നും പഠിക്കാത്ത പിള്ളേർക്ക് ഒരു ടെൻഷനും ഇല്ല. അവർ കൂളായിട്ട് 2 കോപ്പി അടിക്കാൻ റെഡിയാണ്. കാരണം അവർക്ക് എന്ത് ടെൻഷനാണ് പഠിക്കാത്തത്. അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ഈ ഒരു പരീക്ഷ ഒരു ടെൻഷൻ ഇല്ല അങ്ങനെ പറയല്ലേ, അവിടെ ഇരിക്കട്ടെ, ടെൻഷൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല. എന്നാൽ എല്ലാം പഠിച്ച പിള്ളേർ കിടന്ന് വെപ്രാളപ്പെടുന്ന കണ്ടിട്ടുണ്ട്. ഒരു കൊച്ചനോട് കരയുക, ഞാൻ തോറ്റു. എടി ആദ്യം പരീക്ഷ എഴുത്. അല്ല, പരീക്ഷ എഴുതണ്ട, തോറ്റു പോകും. നീ പഠിച്ചു പക്ഷേ ഞാൻ പരീക്ഷ എഴുതാതെ എങ്ങനെ തൂക്കുന്നു ചേച്ചി? പരീക്ഷ എഴുതാതെ എങ്ങനെ തൂക്കുന്നേ? ആദ്യം എന്തോ എഴുതണം? പരീക്ഷ. ഈ പരീക്ഷ എന്ന് പറയുന്ന ഒരു ട്രിക്കാണ് പരീക്ഷ എഴുതാൻ ആദ്യം പഠിക്കണം. ആദ്യം അങ്ങോട്ട് രസമൊക്കെ വന്നാൽ ചുമ്മാ വലിച്ചു വാരി എഴുതരുത്. അറിയാവുന്നതെല്ലാം ആദ്യമായിട്ട് എഴുതണം. ഔട്ട്ലൈനൊക്കെ എഴുതണം. മെയിൻ പോയിന്റ് അടി 2-3 വരെയൊക്കെ അങ്ങോട്ട് ഇടണം. അപ്പോൾ സാറിന് ചോദിക്കും, നീ വലിയ സംഭവമാണ്, നീ ഒന്നും അല്ല, നിനക്കല്ലേ അറിയത്തുള്ളൂ. ആ കൊച്ചിനോട് തന്നെയാണ് പറഞ്ഞു, നീ ഒന്നും എന്തായാലും നിനക്ക്, പക്ഷെ നീ ഒരു സംഭവമാണെന്ന് ചോദിപ്പിക്കണം. അതിനാണ് 2 വരയും 2 പോയിന്റും ഔട്ട്ലൈനും കൺക്ലൂഷനും ഒക്കെ ഉണ്ടെങ്കിൽ സാർ അവർക്ക് നീ വലിയ സംഭവമാണ്. ഇതിൻ്റെ പേരാണ് എന്താ? പരീക്ഷ. ചിലതാണ് ഇങ്ങനെ വെച്ചോണ്ടിരിക്കുക, എല്ലാം അറിയായിരുന്നു, സമയം കിട്ടിയില്ല, പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ അറിയാവുന്നൊക്കെ എഴുതുക. പരീക്ഷ എഴുതിയാലേ ജയിക്കത്തുള്ളൂ. അതിന് മുമ്പ് നോക്കാനൊക്കുമോ? ഇല്ല. പലപ്പോഴും ഇത് നോക്കാതെ പോകുന്ന തലക്കടി കേൾക്കുന്നുണ്ട് നിരാശ. അതുകൊണ്ട് ദൈവമക്കളെ നിരാശപ്പെടരുത്. പിശാചിന്റെ കാവടിയിലെ ഏറ്റവും വലിയൊരു ആയുധമാണ് നിരാശ എന്ന ആയുധം. വിഷണ്ണ മനസ്സിന് സ്തുതി എന്ന മേലാണ്. അടിയേക്കരുത്. കർത്താവേ കാത്തോടെ എന്ന് പ്രാർത്ഥിച്ചോണം. നിരാശപ്പെടരുത്. പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായിരിക്കണം. പ്രാവിനെ പോലെ എന്തായിരിക്കണം? അപ്പോൾ ഈ കമ്പനിയിലേക്ക് ആളെ ആവശ്യമുണ്ട്. ഉറക്കെ പറയട്ടെ, കമ്പനിക്ക് ആളെ വേണം. ആരെ വേണ്ട? ഉഡായിപ്പുകളെ വേണ്ട. ഊടയക്കുന്നവരെ വേണ്ടാത്ത, നിഷ്കളങ്കരായവരെ വേണ്ട ഒരു കമ്പനി. അതാണ് ദൈവരാജ്യ കമ്പനി. പൊക്കോ കൂലി അന്നെന്നുള്ളത് കർത്താവ് തരും. ഒന്നും എടുക്കണ്ട, അന്നെന്നുള്ളത് തന്നു പോറ്റുന്ന ദൈവം. ഇരുകരങ്ങൾ ഉയർത്തി ദൈവരാജ്യ കമ്പനി. അതാണ് ദൈവരാജ്യ കമ്പനി. സ്തോത്രം, ഹല്ലേലൂയ. ഈ കമ്പനിയിലേക്ക് കർത്താവ് ഇന്ന് രാത്രി ആക്കളെ വിളിക്കുകയാണ്. പൊയ്ക്കോ, നീ പോയി പ്രഘോഷിക്കണം, പൊയ്ക്കോ. നിന്റെ വാക്ക് പോലെ നിനക്ക്, നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ. പൊയ്ക്കോ, നിന്റെ കിടക്കയെടുത്ത് പൊക്കോ. 3-ാമത് 10-ാം അധ്യായത്തിൽ ശിഷ്യനോട് പറയുന്നു, പൊയ്ക്കോ, ഗോ ആൻഡ് പ്രൊക്ലെയിം ആസ് യു ഗോ. എന്താ പറയുന്നത്? കിങ്ഡം ഓഫ് ഗോഡ് ഈസ് അറ്റ് ഹാൻഡ്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഇനി 11-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ യോഹന്നാന് കാരാഗൃഹത്തിൽ വെച്ച് ക്രിസ്തുവിന്റെ പ്രവൃത്തികളെ വെച്ച് കേട്ടിട്ട് ശിഷ്യന്മാരെ അയച്ചു. യോഹന്നാൻ യേശു കർത്താവിന് മുന്നോടിയായിട്ട് വന്നവനാണ്. എന്നിട്ട് ഒരു സംശയൻ അവരെ ശിഷ്യരെ വിട്ടിട്ട് ചോദിച്ചു, വരുവാനുള്ളവൻ നീയോ? ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കണോ? അപ്പം കർത്താവ് എന്താ പറഞ്ഞേ? യേശു അവരോട് പറഞ്ഞു, കൂട്ടർ കാണുന്നു, അങ്ങനെ ദരിദ്രരോട് സുവിശേഷം എന്നിങ്ങനെ നിങ്ങൾ കേൾക്കുകയും ചെയ്യുന്നത് ഗോ ആൻഡ് ടെൽ ജോൺ വാട്ട് യു ഹിയർ ആൻഡ് സീ. നീ എന്ത് കണ്ടോ അത് കേട്ടോ, അത് പോയി നീ എന്ത് ചെയ്യണം? പറയണം. 3-ാമത്തെ കർത്താവിൻ്റെ 4-ാമത്തെ ഒരു കൽപ്പന യോഹന്നാനെ ശിഷ്യരോട് പറഞ്ഞു, നമ്മളോട് പറയുന്നു, ഗോ ആൻഡ് ടെൽ വാട്ട് യു ഹിയർ ആൻഡ് സീ. നീ എന്ത് കണ്ടോ എന്ത് കേട്ടോ അത് പോയി എന്ത് ചെയ്യണം? പറയണം. എല്ലാവരും പറഞ്ഞ്, എന്ത് കണ്ടോ എന്ത് കേട്ടോ അതെന്ത് ചെയ്യണം? എന്ത് കണ്ടതും കേട്ടതും അല്ല, കർത്താവിന് എന്ത് കണ്ടോ കർത്താവിന് കേട്ടോ അത് പോയി എന്ത് ചെയ്യണം? പറയണം. നമുക്ക് ഈ സുവിശേഷം പറയാൻ വലിയ അറിവൊന്നും വേണ്ട. ഒത്തിരി അറിവുള്ളവരൊന്നും പറയത്തുമില്ല. സുവിശേഷം പറയാൻ ഒറ്റ കാര്യം മതി. എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? കർത്താവ് എന്നെ തൊട്ടിട്ടുണ്ടോ? ഞാൻ രോഗിയായിരുന്നു, കർത്താവ് എന്നെ സൗഖ്യമാക്കി. ഞങ്ങളുടെ വീട് മദ്യപാനമായിരുന്നു, കർത്താവ് വിടിവിച്ചു. ഇത്രയും പറയാമോ? അത്രയും പറയുന്നവനാണ് സുവിശേഷകൻ. ഗോ ആൻഡ് ടെൽ വാട്ട് യു ഹിയർ ആൻഡ് സീ. ഞാൻ എന്ത് അനുഭവിച്ചു, എന്ത് കണ്ടു, അത് പറഞ്ഞാൽ അത് സുവിശേഷമാണ്. ഇന്ന് രാത്രി യേശുവിന് എന്ത് ഞാൻ അനുഭവിച്ചു എന്ന് പറയാൻ
കർത്താവ് പറഞ്ഞു യു ഗോ ആൻഡ് ടെൽ. നീ എന്ത് കണ്ടോ എന്ത് കേട്ടോ അത് പോയി പറയണം. യേശുവേ, ഞാൻ അങ്ങിൽ നിന്ന് സ്വീകരിച്ചതും പ്രാപിച്ചതും നാവടക്കി വെക്കാതെ പോയി പറയാൻ കൃപ കിട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നവർ ഉപവാസ പ്രാർത്ഥനയാണ്. കരമുയർത്തി കർത്താവോട് പറഞ്ഞു എന്ത് കണ്ടോ എന്ത് കേട്ടോ അതെന്ത് ചെയ്യണം? പറയണം. കണ്ടതും കേട്ടതുമല്ല, കർത്താവിൽ നിന്ന് കണ്ടതും കേട്ടതും കർത്താവിൽ നിന്ന് അനുഭവിച്ചിട്ടുണ്ടോ അത് പോയി എന്ത് ചെയ്യണം? പറയണം. പറയാൻ ഇഷ്ടമാണോ? അതിനുള്ള കൃപ മാത്രം പറഞ്ഞാൽ മതി. പോയി എന്ത് ചെയ്യുക? പറയുക. കർത്താവ് പറയുന്നു നീ പോയി എന്ത് ചെയ്യണം? പറയണം. ഉറക്കെ പറഞ്ഞേ, നീ പോയി എന്ത് ചെയ്യണം? പറയണം. പോയി പറയാൻ കർത്താവ് വിളിക്കുകയാണ്. പോയി അങ്ങ് പറയണം. അതുകൊണ്ടാണ് വീണ്ടും മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്നു, ഒന്ന് പോയി പറയണം. നീ പോകണം. പോയിട്ട് എന്ത് ചെയ്യണം? പറയണം. പോയിട്ട് എന്ത് ചെയ്യണം? പറയണം. എന്ത് പറയണം? ഞാൻ എന്തായിരുന്നു ഇന്ന് എന്താണ് അത് പറഞ്ഞാൽ മതി. നിങ്ങൾ എന്തായിരുന്നു ഇന്ന് എന്താണ് അത് പറയാനൊത്തോ അതാണ് സുവിശേഷം. അതാണ് സുവിശേഷം. ഞാൻ എന്തായിരുന്നു ഇപ്പോൾ എന്താണ്, ഇനി ഞാൻ എന്താകും. എന്താകുന്നത് ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കും, അവിടേക്ക് എന്നെ ചേർത്തുകൊള്ളും. എന്തായിരുന്നു എന്താണ് എന്താകും ഇത് പറയാൻ കഴിഞ്ഞാൽ കർത്താവിൻ്റെ സുവിശേഷമായി. ഹല്ലേലൂയ. യു ഗോ ആൻഡ് ടെൽ. നീ പോയി എന്ത് ചെയ്യണം? പറയണം. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി പറഞ്ഞേ പോയി പറയണം. പറഞ്ഞേ പോയി എന്ത് ചെയ്യണം? പറയണം. ഉറക്കെ പറ. പോയി എന്ത് ചെയ്യണം? പറയണം. എന്ത് പറയണം? കർത്താവിൽ നിന്ന് കാണുകയും കേൾക്കുകയും ചെയ്ത് എന്ത് ചെയ്യണം? പറയണം. കുട്ടികളോടൊക്കെ പറയണം. എന്ത് പറയണം? യേശു സൗഖ്യമാക്കും, യേശു വിടിവിക്കും, നിന്റെ അപ്പൻ്റെ മദ്യപാനം മാറ്റും. കൂട്ടുകാരത്തോട് പറയണം, കൂട്ടുകാരന് പറയണം നിന്റെ വീടിൻ്റെ തകർച്ച മാറ്റും, നിന്റെ അമ്മയുടെ അസുഖം മാറ്റും, നിന്റെ വീടിൻ്റെ പ്രശ്നം മാറ്റും. ഒറ്റ കാര്യം, എൻ്റെ വീടിൻ്റെ പ്രശ്നം മാറ്റി യേശു നിന്റെ വീടിൻ്റെ പ്രശ്നം മാറ്റും. ഇത് പറയാമോ? യു ഗോ ആൻഡ് ടെൽ. കർത്താവേ പോയി പറയാൻ ഒരു കൃപ. യേശു പറയുന്നു യു ഗോ ആൻഡ് ടെൽ. യോഹന്നാന്റെ ശിഷ്യയോട് പറയുന്ന വാക്ക് ഇത് നമ്മളോടുള്ള കൽപ്പനയാണ്. മത്തായി സുവിശേഷത്തിലെ കൽപ്പനകളാണ്. യു ഗോ and tell what you hear and see. നീ എന്ത് കണ്ടോ അത് കേട്ടോ നീ പോയി പറയണം. ഞാൻ യേശുവിൽ നിന്ന് കണ്ടതും കേട്ടതും പറയാൻ കൃപ കിട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നവർ ഈ കൽപ്പന അനുസരിക്കും. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകളെ അനുസരിക്കും. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനയെ, കർത്താവിൻ്റെ കൽപ്പനയാണ് യു ഗോ ആൻഡ് ടെൽ. നീ പോയി എന്ത് ചെയ്യണം? പറയണം. ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ. നോക്കൂ, മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിൽ ശിഷ്യരോട് പറയുന്നു നീ പോയി എന്ത് ചെയ്യണം? പറയണം. ഇനി നീ എന്ത് ചെയ്യണം? മത്തായി സുവിശേഷം 21-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവ് ശിഷ്യരെ വിളിക്കുകയാണ്. ക്രൈസ്തവ സഭയുടെ, ക്രിസ്തീയ സഭ, ആഗമനമായ ക്രിസ്തീയ സഭയുടെ പ്രത്യേകിച്ച് എപ്പിസ്കോപ്പൽ സഭകളിലൊക്കെ പ്രധാനപ്പെട്ട ഒരു ഞായറാഴ്ചയാണ് പാം സൺഡേ. എന്താണ്? ഹോശ ഞായറാഴ്ച. അന്നാണ് സത്യത്തിൽ ഈ കുരുത്തോലയ്ക്കൊക്കെ ഒരു വാഴ്വ് കിട്ടിയത് ഒരൊറ്റ സംഭവം കൊണ്ടാണ്. പാം സൺഡേയുമായിട്ട് ബന്ധപ്പെട്ട. എന്താ പാം സൺഡേ? കർത്താവ് ട്രയംബൽ എൻട്രി വരിക. എന്തിനെ പുറത്ത്? ഇതാ സിയോൻ പുത്രിയോട് നിന്റെ രാജാവ് സൗമ്യനായി കഴുതപ്പുറത്തും വാഹനമൃഗത്തിന്റെ കുട്ടിയുടെ പുറത്തും കയറി നിന്റെ അടുക്കലേക്ക് വരുന്നു എന്ന് പറയുകയും. അതാണ് പാം സൺഡേ. അപ്പോൾ അവരെ വഴിയരികിൽ ഇങ്ങനെ മരക്കുമ്പോഴൊക്കെ വെട്ടിക്കിട്ടു, വസ്ത്രങ്ങൾ വിരിച്ചു, കർത്താവ് ഇങ്ങനെ വരുന്നു. അതിൻ്റെ പേരാണ് എന്ത്? പാം സൺഡേ. ഈ പാം സൺഡേ ഉണ്ടായ എന്തുകൊണ്ടാണ്? കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിലേക്ക് പോകണം. പോയിട്ട് അവിടെ കെട്ടിയിരിക്കുന്ന ഒരു കഴുതയുടെ അഴിച്ചുകൊണ്ട് വരണം. ഇത്രയേ ഉള്ളൂ. നീ പോയി എന്ത് ചെയ്യണം? അടുത്തത്, ഒന്ന് നിങ്ങൾ പൊക്കാം, നിന്റെ വിശ്വാസം പോലെ ഭവിക്കട്ടെ. 2, നീ നിന്റെ കിടക്കയെടുത്ത് എന്ത് ചെയ്തോ? വയ്ക്കോ. 3, നിങ്ങൾ പോയി എന്ത് ചെയ്യണം? പ്രഘോഷിക്കണം. ജോൺ എൻ്റെ ശിഷ്യരോട് പറഞ്ഞു യു ഗോ ആൻഡ് ടെൽ. നീ പോയി എന്ത് ചെയ്യണം? പറയണം. 4 ശിഷ്യരോട് പറഞ്ഞു, 2 ശിഷ്യരെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ പോയിട്ട് യു ഗോ ആൻഡ് അൺടൈ. നീ പോയിട്ട് കെട്ട് എന്ത് ചെയ്യണം? അഴിക്കണം. കെട്ട് അഴിക്കണം. ഇന്ന് രാത്രി പറഞ്ഞു പോയിട്ട് എന്ത് അഴിച്ചുകൊണ്ട് വരണം? കെട്ടഴിച്ചോണം. അവിടെ ആരുടെ കെട്ടിയിട്ടേക്ക? കഴുതക്കുട്ടിയെ. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ ഒരു വാക്കുണ്ട്. കഴുതക്കുട്ടിയുടെ കഴുതയുടെ കടിഞ്ഞൂലിനെ ആട്ടുംകുട്ടികളും കൊണ്ട് വീണ്ടെടുപ്പ് കർമ്മം നടത്തണം. അതായത് ഒരു കഴുതക്കുട്ടിയുടെ വീണ്ടെടുപ്പ് കർമ്മം നടക്കണം. അതിന് ആട്ടുംകുട്ടി വേണം. ആട്ടുംകുട്ടി കൊണ്ട് വീണ്ടെടുപ്പ് കർമ്മം നടന്നില്ലെങ്കിൽ കഴുതയുടെ കഴുത്ത് പിടിച്ച് എന്ത് ചെയ്യണം? ഒടിച്ചു കിടണം. പഴയ നിയമത്തിൻ്റെ ഇച്ചിരി ക്രൂരമായ ഒരു നിയമം. വീണ്ടെടുപ്പിൻ്റെ കർമ്മം കാണിക്കാൻ വേണ്ടിയാ, അല്ലെങ്കിൽ അതിൻ്റെ കഴുത്ത് പിടിച്ച് ഒടിച്ചു കിടണം. അപ്പോൾ മിക്കവാറും ഈ കഴുതക്കുട്ടിയുടെ വീണ്ടെടുപ്പ് കർമ്മം എന്ത് ചെയ്തിട്ടില്ല? നടന്നിട്ടില്ല. അതിൻ്റെ മരണം ഉറപ്പാണ്. മരണത്തിന് വേണ്ടി കെട്ടിയിട്ടിരിക്കുന്ന ഈ സാധനത്തെ നീ പോയി എന്ത് ചെയ്യണം? അഴിച്ചുകൊണ്ട് വരണം. ദൈവ വിശ്വാസികൾക്കൊരു ധർമ്മമുണ്ട്, ഒരു കടപ്പാടുണ്ട്. പോയി എന്ത് ചെയ്യാൻ? അഴിച്ചുകൊണ്ട് വരാൻ. മരണത്തിന് വിധേയപ്പെട്ടവരെ അഴിച്ചുകൊണ്ട് വരാൻ. മനസ്സിലാകുന്നുണ്ടോ? പോയി കെട്ടഴിച്ചുകൊണ്ട് വരണം. പറഞ്ഞേ, പോയി കെട്ടഴിച്ചുകൊണ്ട് വരണം. ഉറക്കെ പറഞ്ഞേ, പോയി അങ്ങ് വരണം. പോയി കെട്ടഴിച്ചുകൊണ്ട് വരണം. ഒരനുഭവം പറയാം. ഒരു രാത്രി ഒരു സമയത്ത് ഇച്ചിവിടെ ആ ചെറുപ്പത്തിൻ്റെ ചുറുചുറുക്കും ആവേശമൊക്കെ ഉണ്ടായപ്പോൾ ഒരു സമയത്ത് എപ്പോഴും പോവും, എന്നാൽ അന്ന് നിരന്തരം പോവും. അന്ന് ഒരു കുറച്ചുകൂടെ
ആ ഒരു ഇപ്പോഴും ചെറുപ്പം എന്നൊക്കെ പറയുന്നത് മനസ്സിൻ്റെയാണ് അല്ലേ? മനസ്സിന് ചെറുപ്പമുണ്ടോ എന്നും എന്തായിരിക്കും? ചെറുപ്പമായിരിക്കും. മനസ്സിന് വാർദ്ധക്യം പിടിക്കാതിരുന്നാൽ മതി. ശരീരത്തെ നോക്കുക വേണ്ട, മനസ്സിന് ഒരിക്കലും എന്ത് പിടിക്കരുത്? വാർദ്ധക്യം പിടിക്കരുത്. അപ്പം അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരും. അത് മനസ്സാണ് പ്രധാനമായും. മനസ്സ് പുതുകുമ്പോൾ എല്ലാം പുതുകും. അപ്പം രാത്രി ഇങ്ങനെ പ്രാർത്ഥിക്കാനൊക്കെ പോകും. ഒരു രാത്രി ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകാൻ തുടങ്ങിയപ്പോൾ ആരും കൂട്ടുകാർ വരുന്നില്ല. അപ്പോൾ രാത്രി 1 മണി കഴിഞ്ഞു, ഞാനൊരു പ്രാർത്ഥന കഴിഞ്ഞ് പോവാം. അപ്പോൾ എനിക്ക് പെട്ടെന്ന് വരുന്ന യോഗം രാത്രി പോയി പ്രാർത്ഥിക്കും. അപ്പോൾ ആരും ഇല്ലാഞ്ഞപ്പോൾ ഞാൻ തന്നെ പൊക്കോളാന്ന് പറഞ്ഞിട്ട് തന്നെ വണ്ടി എടുത്തപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു, തന്നെ പോകല്ലേ, ഒരു സമാധാനക്കേടാ, ഞാനും വരാം. പക്ഷേ അത്ര സുഖമുള്ളൊരു കാര്യമല്ല രാത്രി പെൺകുട്ടിയും കൊണ്ട് പോകും. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ തന്നെ പൊക്കോളാം, എൻ്റെ നാടല്ലേ, ഞാൻ പൊക്കോളാം. അല്ല, ഞാനിവിടെ വരാം, എനിക്കല്ലേ പിന്നെ ഉറക്കം വരത്തില്ല, സമാധാനക്കേടാ, ഞാനും വരാം. ശരി, അവളും ചാടിക്കറി. അപ്പോൾ എൻ്റെ അപ്പ എൻ്റെ പറഞ്ഞു, ഇളയൊരു ഞങ്ങളുടെ ഒരു പൊടിക്കൊച്ചെന്നുണ്ട്, കുഞ്ഞന്ന് തീരെ പൊടിയാണ്, ഒരു 2-3 ഒരു ഈ പിള്ളേരിങ്ങനെ കിരികിരാൻ പറയുന്ന ഒരു കൊണ്ടുപോകണേ, ഇവനെ കൊണ്ട് പോകണം. രാത്രി ഇവൻ എഴുന്നേറ്റ് ഇത് നടക്കുക, എനിക്ക് ഉറങ്ങാനൊക്കത്തില്ല, പെരയും പൊട്ടി ഇവനെയും കൊണ്ടുപോകണം പറഞ്ഞു. അപ്പം കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഞങ്ങൾ പോയി. എങ്ങോട്ടാ? ഒരു ഐഡിയ ഇല്ല. ഞങ്ങളിങ്ങനെ പോയി എവിടെയൊക്കെയോ പോയി പ്രാർത്ഥിച്ച് രാത്രി 2 മണിക്കൂർ റബ്ബറും തോട്ടത്തിൽ കൂടെ വിജനമായ സ്ഥലത്തൂടെ തന്നെ വരുന്ന ജീപ്പയിൽ രാത്രി 2 മണി. പെട്ടെന്ന് ഒരു 10-17 വയസ്സുള്ളൊരു പെൺകുട്ടി ജീപ്പിന് കൈ കാണിക്കും. അപ്പം എൻ്റെ പെട്ടെന്ന് ചാടി കൈ കാണിച്ചു. രാത്രി 2 മണിക്ക് ഒരു പെൺകുട്ടി കൈ കാണിച്ചു. ഒറ്റയടിക്ക് നോക്കിയപ്പോൾ ഞാൻ പേടിച്ചു പോയി. ഒന്നിൽ പോരാട്ടം, ഭൂതം, പിശാച. അർദ്ധരാത്രി ജീപ്പിൻ്റെ വെട്ടത്ത് ഇങ്ങനെ ഒരു അങ്കലാപ്പുണ്ടാകത്തില്ലേ? ഞാനപ്പം പെട്ടെന്ന് ജീപ്പ് വലത്തോട്ട് വെട്ടിച്ചങ്ങ് മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഓർത്തു, അങ്ങനെ പോകുന്നത് ശരിയല്ലല്ലോ. ഞാൻ തിരിച്ചു വന്നു, റിവേഴ്സോട്ട് തിരിച്ചു വന്നു. ആരാണ്? അപ്പോൾ അവൾ പറഞ്ഞു, ഞാനൊരു എന്താ മോളെ, എന്നെ കൊണ്ടുപോകും. എവിടെ? നിങ്ങളുടെ കൂടെ. അതിന് ഞങ്ങൾ ആരാ? ആരെങ്കിലും ആട്ടെ, ഞാൻ നിങ്ങളോട് വരിക. മോളെ നീ ആരാ? എനിക്ക് ജീവിക്കണ്ട, എനിക്ക് ചാകണം, എന്നെ കൊണ്ടുപോകും. നിന്റെ വീട് എവിടാ? അപ്പോൾ അവളൊരു മലയിലോട്ട് ചൂണ്ടിക്കാണിച്ച് അതാണ് ഇവിടെ. നീ എന്തിനാ വന്നേ? എനിക്ക് ആരുമില്ല, എന്നെ ആർക്കും ഇഷ്ടമില്ല, ഞാൻ ചാകാൻ പോവാം. ശരി, നീ വണ്ടിയിൽ കയറി. എവിടെ കൊണ്ടുപോകും? ആരാ? ഏതാ? ദൈവത്തിൻ്റെ ഓരോ കൃപ നോക്കണേ. ഞങ്ങൾ സാധനം 1-2 സഹോദരന്മാരാണ് പോകുന്നത്. സഹോദരന്മാരാണ് എനിക്ക് പെണ്ണെ കൊണ്ട് പോകാൻ പോകും. ദൈവത്തിൻ്റെ ഒരു കൃപ. അന്നേരം ഭാര്യ ഉണ്ടായിരുന്നുകൊണ്ട് ധൈര്യത്തിൽ കയറ്റി. ഈ ഭാര്യ കൂടുള്ളത് ധൈര്യമാണ്. അതുകൊണ്ട് യു ഗോ ആൻഡ് ടെൽ വിത്ത് യുവർ വൈഫ് എന്ന് പറയാറുണ്ട്. ഒറ്റയ്ക്ക് പോവല്ലേ മക്കളെ, ചിലപ്പോൾ പണി കിട്ടും. അതുകൊണ്ട് എപ്പോഴും കൂടെ ആര് വേണത്. അതുകൊണ്ട് ആ ഭർത്താക്കന്മാർ എവിടെ പോയാലും ചാടിക്കറി പുറകിൽ പോകണം. അങ്ങനെ ഒറ്റയ്ക്ക് എങ്ങും വിടല്ലേ കേട്ടോ. അങ്ങനെ ഒറ്റയ്ക്ക് എങ്ങും വിടല്ലേ, അവിടെ കയറി ഇരുന്നോണം. അപ്പോൾ കൊച്ചു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ നടക്കത്തില്ല, എന്നാലും ആവോളം കൊണ്ടുപോകാം. അപ്പോൾ കുഞ്ഞു വേണ്ട. അപ്പം ഞാൻ വീട്ടിലോട്ട് തിരിയുന്ന ഞങ്ങളുടെ ആ സ്ഥലത്തെത്തിയപ്പം ഞാൻ നേരെ അങ്ങ് പോയി പോലീസ് സ്റ്റേഷനിലോട്ട് പോയി. പോലീസ് സ്റ്റേഷൻ്റെ വാതിൽക്കൽ ചെന്നപ്പം ഈ കുട്ടിക്ക് മനസ്സിലായി. ഇവള് പറഞ്ഞു, ഞാൻ ചാടാൻ പോവാം. ഞാൻ പിടിച്ചിരുത്തി, ചാടല്ലേ മക്കളവിടെ ഇരിക്കുക, ഞാൻ നിന്നെ കൊണ്ടുപോയിക്കോളാം. പക്ഷെ ഒറ്റ വാക്ക്, എനിക്കൊന്ന് റിപ്പോർട്ട് ചെയ്യണം, നീ ഒരു പെൺകുട്ടിയല്ലേ. ഞാൻ വീടിൻ്റെ പോലീസ് സ്റ്റേഷനിലോട്ട് ചേരുമ്പം ഒരു 10-50 പേര് പോലീസ് സ്റ്റേഷൻ്റെ മുറ്റത്തുണ്ട്, നിറച്ചാള്. എന്നാ കാര്യം എന്നറിയാവോ? മാൻ മിസ്സിങ്ങാ, കൊച്ചിനെ സന്ധി തൊട്ട് കാണുന്നില്ല, നാടിളകി പോലീസ് സ്റ്റേഷനിൽ നിൽപ്പുണ്ട് ഒരു പെൺകുട്ടിയെ തപ്പി. അപ്പം ഇവരിങ്ങനെ പോലീസ് സ്റ്റേഷനിലാകുമ്പോൾ അവരെല്ലാം വയർലെസ് സന്ദേശം പോവുകയാണ്, കുട്ടിയെ മിസ്സായി. അന്നേരമാണ് താണ്ട ഒരുത്തൻ ജീപ്പേ പെണ്ണിനെ കൊണ്ടുവരും. കൃപ. ഭാര്യ കൂടെ ഉണ്ട്, ഭാര്യയുണ്ട്, കൊച്ചുള്ളത്, ഒരു ധൈര്യമായി. ഞങ്ങളങ്ങോട്ട് കയറിയപ്പോൾ എന്നെ എല്ലാവരും ഇങ്ങനെ നോക്കുക. അങ്ങോട്ട് ചെന്ന് കയറിയ എൻ്റെ കൊച്ചൻ പോലീസ് അങ്കിളിൻ്റെ തൊപ്പിയെടുത്ത് തല്ലേ വെച്ചിട്ട് പറഞ്ഞു, അങ്കിൾ. സംഭവം അങ്ങ് രീതിയായി. അവൻ കയറി മേശപ്പുറത്തോട്ട് അങ്ങിരുന്ന് തൊപ്പിയൊക്കെ ഇങ്ങ് എടുത്ത് വെച്ച്. അപ്പോഴത്തേനും സംഭവം ഒന്നായി. അപ്പോൾ എന്നോട് ചോദിച്ചു, എന്താ വയറാ? ഞാൻ പറഞ്ഞു, ഞങ്ങൾ രാത്രി പെട്രോളിങ്ങിന് പോകുന്നുണ്ട്. പെട്രോളിങ്? യെസ്, പെട്രോളിങ്. എന്താ പെട്രോളിങ്? അതിൻ്റെ പേരാണ് പ്രയർ പെട്രോളിങ്. രാത്രി പ്രാർത്ഥിക്കുന്ന പെട്രോളിങ് പോയതാണ്. പോയിട്ട് വന്നപ്പോൾ ഈ കുട്ടി എൻ്റെ മുമ്പിൽ ചാടി. എൻ്റെ വൈഫും കൂടെ വന്നായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോയതാണ്. അപ്പോൾ ഈ കുട്ടിയെ കണ്ടു. ഇതാണ് കുട്ടി. സാറ് പറഞ്ഞ് ഈ കുട്ടിയെ അന്വേഷിച്ച് സന്ധ്യ ആയപ്പോൾ ഇത് അമ്മയുടെ പിണങ്ങി അവിടെ കണ്ട് പോയി പാത്തി വന്നിട്ട് രാത്രി എടുത്ത് റോഡിൽ ചാടിയ. കണ്ടോ ഈ പിള്ളേരുടെ ഒരു തിരിവ് കണ്ടോ? അതേ തലക്കടി കേൾക്കുന്ന പിശാചി പറയും പൊയ്ക്കോളാൻ. എൻ്റെ പൊന്നു മക്കളോട് ഞാൻ ചോദിച്ചോട്ടെ, എൻ്റെ കയ്യിലല്ല, ഞാൻ വലിയ ആളൊന്നുമല്ല, എന്നാലും ഇച്ചിരി മദ്യപിച്ച് വരുന്ന 2-3 ഓട്ടോറിക്ഷയിലോ 5-6 പേര് വരുന്നവരുടെ കയ്യിലാണ് ഈ പെണ്ണ് കൈ കാണിച്ചെങ്കിലും രാവിലെ എവിടെയെങ്കിലും കശക്കി എറിഞ്ഞ് തളർന്ന് ഒരു പൊന്തക്കാട്ടി ഈ പെണ്ണ് ജീവനോടെയോ അർദ്ധജീവനോടോ കണ്ടേനെ. തമ്പുരാൻ്റെ ഓരോ കൃപ. പോലീസുകാരൻ പറഞ്ഞു, നിങ്ങൾ ചെയ്ത വലിയൊരു പുണ്യേ, നിൻ്റെ കൂടെ ദൈവമുണ്ട്, നിൻ്റെ അമ്മയുടെ കരച്ചില, അതാ ഈ ദൈവദാസനെ അവിടെ കൊണ്ടുവന്ന്. സത്യമല്ലേ? എല്ലാം പറഞ്ഞിട്ട് പോലീസുകാരൻ അവസാനം സാറ് പറഞ്ഞു, നിങ്ങൾ തന്നെ ഈ കുട്ടിയെ കൊണ്ട് അമ്മയുടെ കയ്യിലാക്കുക, നിങ്ങൾക്ക് അതിന് യോഗ്യത. ഞാൻ വെളുപ്പിന് ഒരു 4 മണി ആയപ്പോൾ ഈ കുഞ്ഞിനെ കൊണ്ട് അമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ കരങ്ങിയ കണ്ണുകളോടെ എഴുന്നേക്കാൻ കഴിയാതെ അമ്മയോടെ കൊച്ചിനെ കാണാൻ അമ്മ ഉറങ്ങും. പക്ഷേ കർത്താവ് ആ കുഞ്ഞ് മരിച്ചില്ലെന്ന്.
ഇന്ന് രാത്രിയെല്ലാം കർത്താവ് പറയുന്നു, മരണത്തിന് തയ്യാറായ കിടക്കുന്നവരെ അഴിച്ചുകൊണ്ട് വരാൻ നമുക്കെല്ലാതെ ആർക്കാ കഴിയുക? നീ പോയി അഴിക്കണം, സഭ അഴിക്കണം, സഭ അഴിക്കണം, പോണം. എവിടെ? എതിരെയുള്ള ഗ്രാമത്തിൽ പോയിട്ട് മരിക്കാൻ വേണ്ടി കെട്ടപ്പെട്ട് കിടക്കുന്നതിനെ അഴിച്ചുകൊണ്ട് വരാൻ ഇന്ന് രാത്രി ആത്മാവ് പറയുക. അത് കഴിയുന്നത് ഇവിടുത്തെ പോലീസുകാർ കഴിയത്തില്ല, ഇവിടുത്തെ മതത്തിന് കഴിയത്തില്ല, ഇവിടുത്തെ കൗൺസിലേഴ്സിന് കഴിയണമെന്നില്ല, ഇവിടുത്തെ എന്താണ് പറയുക, സോഷ്യൽ വർക്കേഴ്സിന് ചിലപ്പോൾ പോയി അഴിക്കാൻ. പക്ഷെ ആത്മനിയോഗത്തോടെ ഇന്നും പോയി അഴിച്ചുകൊണ്ട് വരാൻ ശക്തിയുള്ള, അധികാരമുള്ള, അതിന് നിയോഗമുള്ള ഒന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ സഭയാണ്. പോയി അഴിക്കണം. അടുത്തിരിക്കുന്ന ആളോട് പറയും, പോയി കെട്ടഴിക്കണം, കെട്ടഴിച്ചുകൊണ്ട് വരണം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പറയട്ടെ, നാളെ പോയി കുറച്ചുകൂടെ, നാളെ ഇല്ല പ്രാർത്ഥന, വിളിച്ചുകൊണ്ട് വരണം, അഴിച്ചുകൊണ്ട് വരണം, വിളിച്ചുകൊണ്ട് വരണം. കർത്താവ് വിളിക്കാൻ പറഞ്ഞാൽ അതിങ്ങ് വരും. നിങ്ങൾ പോയി എല്ലാവരും എന്ത് ചെയ്യണം? വിളിക്കണം. അതുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകുക. അപ്പം നോക്കൂ, കർത്താവ് പറയുന്നു, നിങ്ങൾ പോയി എന്ത് ചെയ്യണം? കെട്ടഴിക്കണം. മറക്കരുത് ആ വാക്ക്, പോയി പറയണം, പോയി പറയണം. 21 കാണുന്നു, പോയി എന്ത് ചെയ്യണം? കെട്ടഴിക്കണം. പോയി കെട്ടഴിക്കണം. കെട്ടിയിട്ടേക്കുക. കൊല്ലാൻ വേണ്ടി പിശാച് കെട്ടിയിട്ടേക്കുക. അറക്കും, മുട്ടിക്കും, മോഷ്ടിക്കും. നിന്നെ ഞാൻ ഒരു മുഴം കഴുത്ത് കയറി തൂക്കിയിട്ട് ആട്ടങ്ങത്തുള്ളെന്ന് വാദിക്കുന്ന വാദം കൊണ്ടകത്ത് മരണത്തിൻ്റെ തേർവിളി, മരണത്തിൻ്റെ മണം, മരണത്തിൻ്റെ മരണമണി മുഴങ്ങുന്ന ചില ഭവനത്തിനകത്തുനിന്ന് അഴിച്ചോണ്ട് വരാൻ രാത്രി ദൈവമക്കളെ അഭിഷേകം ചെയ്യണം. പോയി അഴിക്കണം. ഷപ്പല ഹട്ടക്കന റിബന കത്തന റിക്കലറും ഉട്ടക്കന പട്ടക്കന റകന. നമുക്കാണ് അധികാരം, നമുക്കാണ് നിയോഗം. അതിനു വേണ്ട അധികാരവും ശക്തിയും ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ശക്തിയും അധികാരവും തരുന്നു. പോയി അഴിക്കണം, പോയി അഴിക്കണം. നമ്മൾ പ്രാപിച്ചിട്ട് കൈയടിച്ചിട്ട് പോകാൻ വേണ്ടി വിളിച്ചവരല്ല, പോയിട്ട് അഴിച്ചുകൊണ്ട് വരാൻ വേണ്ടിയുള്ളവരാണ്. അഴിക്കപ്പെട്ട ആരെങ്കിലുമൊക്കെ ഇവിടെ വന്നവരാ, ആരെങ്കിലുമൊക്കെ ഒരു സമയത്ത് അഴിച്ചുകൊണ്ട് വന്നത് കൊണ്ടാണ് ഞാനെന്നെയും ഇന്ന് ഇവിടെ ഇരിക്കുന്നത് എങ്കിൽ ഇന്ന് രാത്രി ദൈവം ആത്മാവിൽ നിയോഗം തരുന്നു. പോയി കെട്ടഴിക്കണം, പോയി കെട്ടഴിക്കണം. മരണത്തിന് വിധേയപ്പെട്ട് കിടക്കുന്നവരുടെ കെട്ടഴിക്കണം. രണ്ടാമത്തെ ഒരു അനുഭവം പറയട്ടെ. ഇത് ലൈവ് ഉണ്ടെന്നുള്ള ഉത്തമ ബോധ്യത്തിൽ പറയും. ഒരു രാത്രി ആത്മാവ് പറഞ്ഞു, രാത്രി പ്രാർത്ഥിക്കും. ഒരു ഞായറാഴ്ച ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നിയോഗം കിട്ടും. നിയോഗം ദൈവമൊക്കെ പ്രീ പ്ലാൻ പ്രോഗ്രാംസ് ഉണ്ട്, നല്ലതാണ്. എന്നാൽ ആത്മനിയോഗത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് അടുത്ത ഞായറാഴ്ച വെള്ളിയാഴ്ച രാത്രി 8 മണി മുതൽ 12 മണി വരെ ഒരു പ്രത്യേക പ്രാർത്ഥന ഹോളിൽ ക്രമീകരിക്കുകയാണ്. അത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ്. എന്തിനാണ് രാത്രി 8 മണി വരെ പോകുന്നത്? കടയുള്ളവർക്കൊക്കെ കടയടച്ചിട്ട് വരാൻ, ജോലി തീർത്തവർക്കെല്ലാം ജോലി തീർത്താൻ, പിറ്റേ ദിവസം ശനിയാഴ്ച പിള്ളേരെ സ്കൂളിൽ നിന്ന് വിടേണ്ട, അതെല്ലാം തീർത്ത് 8 മണിയാകുമ്പോൾ വരണം. മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. അപ്പം എല്ലാവരെയും വിളിച്ചു, യോഗം വെച്ചു. അതൊരു ഇച്ചിരി ഭയങ്കര നിയോഗത്തോടെ ആത്മഭാരത്തോടെ ചെയ്യുക. അത് ഞാൻ എവിടെയോ ദൂരെയായിരുന്നു, കുന്നംകുളം ഭാഗത്ത്. തിരിച്ചു വരാൻ താമസിച്ചു, ടൈം മിസ്സായി എൻ്റെ പ്രത്യേകം. അപ്പം ഞാൻ എൻ്റെ സുഹൃത്തിനെ വിളിച്ച് പറഞ്ഞു, രാത്രി വന്നിരുന്ന് പ്രാർത്ഥിക്കണം. ഞാൻ വേദനം വരെ ഇവിടെ കാണാൻ ഞാൻ വന്നിട്ടേ പോകാം. വലിയൊന്നുമില്ല, അജണ്ട ഒന്നുമില്ല, പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. അപ്പോൾ എൻ്റെ സുഹൃത്ത് പറഞ്ഞു, എനിക്ക് ഒരു 10 ഇപ്പം ഞാൻ എത്ര ഇപ്പം എന്നെ വിളിച്ച് പറഞ്ഞു ഞാൻ പോവുകയാണ്. കാരണം എനിക്ക് നാളെ അത്യാവശ്യമായിട്ട് രാവിലെ ഉടൻ വരെ പോകണം. പക്ഷേ ഇറങ്ങി വന്ന വഴിക്ക് ഒരു പെണ്ണും ഒരു ചെറുക്കനും കൂടെ റോഡിൽ നിൽക്കുന്നു, കരയോ എന്തൊക്കെയോ പ്രശ്നം പോലെ. കണ്ടിട്ടൊരു പരിചയവും ഇല്ല. എന്താണ്? അപ്പം ഞാൻ പറഞ്ഞു ഫോൺ കൊടുക്കുക. ഫോൺ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ വൈഫ് മേലുണ്ട്, നീ അവിടെ പോയി അവിടെ നിൽക്കുക, ഞാനിപ്പം വരാം. അപ്പോൾ എൻ്റെ വൈഫിനെ വിളിച്ച് പറഞ്ഞ് അവരെ വിളിച്ചിരുത്ത്, അവരെ വിളിച്ച് കയറ്റിയിരുന്നു. ഞാൻ വന്നിട്ട് പോയാൽ മതി. ശരി, ആരെങ്കിലും ആയിട്ട് അവർ കയറിയിരുന്നു. ഞാൻ വന്ന് യോഗം കഴിഞ്ഞ് അവരോട് സംസാരിച്ചു. മക്കളെ നിങ്ങൾ ആരാണ്? അപ്പോൾ ആ കുട്ടി പറയാണ്, അവിടെ ഒരു വട്ട് കയറി, വട്ടാണ്. ആരാണ്ടൊരു ഹോസ്റ്റലിൽ ഇവർ താമസിക്കുന്നിടത്ത് അവൻ്റെ ഒരു കൂട്ടുകാരൻ വന്നു. കൂട്ടുകാരത്തിൻ്റെ ആങ്ങളെ വന്നു. ആങ്ങളുടെ കൂടെ ചെറുക്കനുണ്ടായിരുന്നു. അപ്പം ഇവളും അവനും കൂടെ വർത്താനം പറഞ്ഞപ്പോൾ കൂട്ടുകാർ പറഞ്ഞു, നിന്നെ കാണാൻ വന്നാടി, ഇനി അവൻ നിന്നെ ഇട്ടുപാടി. ചുരുക്കത്തിൽ പിള്ളേരെല്ലാം കൂടെ പറഞ്ഞ് പ്രേമമാക്കും. അങ്ങനെ കണ്ടിട്ടുണ്ടോ? ഒരു പ്രേമവും ഇല്ലാത്തതിനെ പറഞ്ഞ് എന്താക്കും? പ്രേമമാക്കും. ഇഷ്ടപാടി, അങ്ങനെ അടി, ഇങ്ങനെ അല്ലടി. അപ്പോൾ നമുക്ക് വാശിയാക്കും. ഇതൊക്കെ ഒരു സ്ട്രാറ്റജിയാണ്. പറഞ്ഞ് പ്രേമമാക്കി ഇത് രണ്ടും കൂടെ ഇറങ്ങി ഇങ്ങനെ പോകുന്നു. എവിടെ പോവാ? ഇതിങ്ങനെ ബൈക്കൊക്കെ ഇറങ്ങും. അവസാനം പെട്രോൾ തീരാറായി. ഇനി എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. വീട്ടിലും അറിയത്തില്ല. നിരാശ കയറി ഒരു ബ്ലേഡും മേടിച്ച് ചാകാമെന്നും വെച്ചുകൊണ്ട് പോയപ്പോഴാണ് റോഡിൽ കൂടെ പോയപ്പോൾ പാട്ട് കേട്ടു. ഈ പെൺകുട്ടി ഒരു പാട്ടുകാരത്തിയായിരുന്നു, ടീമിലുള്ള. അവൾക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് കേട്ടപ്പം അവൾ കയറിയാണ്. ഞാൻ പിടിച്ചിരുത്തി, വർത്തമാനം പറഞ്ഞു, സംസാരിച്ചു. ശരി, എവിടെ നിൻ്റെ വീടെല്ലാം ചോദിച്ചു. അപ്പം ഞാൻ രാത്രി 2 മണിക്ക് അപ്പനെ വിളിച്ചു. ഒറ്റ പെണ്ണിനെ അപ്പനെടുത്തപ്പം പെണ്ണ് എൻ്റെ കൂടെ ഉണ്ട്. ഓക്കെ, അങ്ങനെ ഞാൻ ആ കുട്ടിയെയും അവനെ ഓടി താമസിച്ചു. അവനെ വീട്ടിൽ താമസിപ്പിച്ചു.
രാവിലെ അപ്പം വന്നു, സംസാരിച്ചു. ഇവരെന്ത് ചെയ്താൽ പോകത്തില്ല, അവർക്ക് കെട്ടണം. ശരി, കെട്ടാൻ ഞങ്ങളെ കെട്ടിപ്പോ. അപ്പനൊരു ശുശ്രൂഷകന കളയാനോ പേര് ദോഷം വരത്തില്ല. ഒടുവിൽ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഇനി അടിച്ചില്ലേ പോയില്ലേ അടിക്കുക, എന്നാലും കെട്ടിച്ച് അങ്ങ് വിടാം. കെട്ടിക്കാതെ അങ്ങനെ വിടുന്നേ നാളെ. അപ്പോൾ അവൻ പറഞ്ഞു ശരി ഞാൻ കെട്ടിക്കോളാം, ഞാൻ നിങ്ങളുടെ സഭയിൽ ചേരാം, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു. കെട്ടണ്ടേ? അപ്പന് നാണക്കേട് വരാതെ ശരി നടക്കട്ടെ എന്നാൽ എല്ലാം പറഞ്ഞ് തീരുമാനിച്ചു. കല്യാണമൊക്കെ ഡേറ്റ് എല്ലാം ഒരു 2 മാസം കഴിഞ്ഞ് എല്ലാം ക്രമീകരിച്ച് പോയാന്നേരം അവൻ പറഞ്ഞു അവളെ കൊണ്ടോ ഞാൻ പോത്തുള്ളൂ. ഞാൻ പറഞ്ഞു കല്യാണം അന്നേരം വന്നം കെട്ടിക്കോളാം. ഞാൻ പറഞ്ഞു അങ്ങനെ കൂടെ താമസിച്ചിട്ട് കെട്ടണ്ട, കല്യാണം നടക്കണമെങ്കിൽ ഒന്നിയും നീ നിൻ്റെ വീട്ടിൽ പോകും, അവളവിടെ വീട്ടിൽ പോയിട്ട് കല്യാണ സമയത്ത് കെട്ടിക്കും. അവൻ പറഞ്ഞു ഒക്കത്തില്ല, അവളെ പോയപ്പോൾ എന്നെ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, അവൾ ഇവിടെ നിൽക്കട്ടെ, നീ പോവും. ഇല്ല ഞാൻ പോകത്തില്ല. എന്നൊരു കാര്യം ചെയ്യും, നീ ഇവിടെ നിൽക്കുക, അവിടെ പോട്ടെ. അതൊക്കത്തില്ല, അവനൊന്നും ഒക്കത്തില്ല, ഇവിടെ കൊണ്ട് ഞാൻ പോകത്തില്ല. ഞാൻ പറഞ്ഞാൽ അത് നടക്കത്തില്ല. അപ്പോഴത്തേന് ഇവരെ രൂപം മാറി, ഭാവം മാറി. എന്നെ അറിയാമോ, ഞാൻ കൊണ്ടേ പോത്തുള്ളൂ, ഞാൻ ആരാന്ന് നിനക്കറിയോ, നീ ആരായെന്ന് നമുക്കല്ലേ, ഞാൻ കൊന്നുകളയും, അടിച്ച് ഞാൻ കീറിക്കളയെന്ന് പറഞ്ഞുകൊണ്ട് ഇവനൊരു ചാട്ടം. അപ്പോൾ അതിനും വലിയ പുള്ളികളൊക്കെ അല്ലേ നമ്മുടെ കൂടെ നിൽക്കുന്നത്. അതിലൊരുത്തവനെ പൊക്കിട്ട് പറഞ്ഞു ഷോ കാണിക്കല്ലേ മോനെ, ഇതൊന്നും നടക്കത്തില്ല, അവൻ ഷോ ഒന്നും കാണിക്കാതെ. അവൻ പറഞ്ഞു ഞാൻ കുത്തി കീറി, ഞാൻ കൊടലുമാല എടുത്ത് കഴുത്തേ കൂടിയിടും, ചുമ്മാ ഷോ കാണിക്കുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് ഇവൻ്റെ ഷോ കൂടിയപ്പോൾ എൻ്റെ ഭാര്യ പോലീസിനെ വിളിച്ചു, ആരും അറിയാതെ. എന്നിട്ട് അപ്പയോടി എന്ന് പറഞ്ഞു, അപ്പ പോലീസിനെ വിളിച്ചിട്ടുണ്ട്. അപ്പ ഈ മോളെ വിളിച്ച് മാറ്റി വെച്ചിട്ട് പറഞ്ഞു ജീവനും മരണം നിൻ്റെ മുമ്പിലുണ്ട്. അന്നേ അവൻ പറഞ്ഞു ഇവള് ഗർഭിണിയാണ്. അപ്പം അവളെ പറഞ്ഞു നീ പേടിക്കണ്ട, നീ ഗർഭിണിയാണെങ്കിൽ എനിക്കൊരു കൊച്ചിനെ നോക്കിയിരിക്കാൻ, ഞാൻ കൊച്ചിനെ മേടിച്ചോളാം, ഞാൻ വളർത്തിക്കോളാം, നീ അങ്ങ് പ്രസവിച്ച് തന്നാൽ മതി, ആരും അറിയാതെ ഞാൻ പ്രസവിച്ച് കൊച്ചിനെ എടുത്തിട്ട് ഇന്നെ വിട്ടേക്കാം, നീ എൻ്റെ പൊന്നെ പേടിക്കല്ലേ. ഇപ്പം പോലീസ് വരും, ഒറ്റ ചോദ്യം ചോദിക്കും, പ്രായപൂർത്തിയായി പോണോ വേണ്ടേ, അത്രയേ ഉള്ളൂ പോലീസിന്, അല്ലേ ഉള്ളൂ. പോലീസ് വരും. ഇവളിങ്ങോട്ട് വന്നു, അവളെ ധൈര്യപ്പെടുത്തി നിർത്തി. പോലീസ് വന്ന് ചോദിച്ചു ഇഷ്ടമാണോ, ഇഷ്ടമായിരുന്നു, ഇപ്പോൾ ഇഷ്ടമല്ല. അത്രയേ ഉള്ളൂ, തീർന്നു. ഇവനൊരു ചാട്ടം, പോലീസ് പൊക്കി എടുത്തുകൊണ്ടങ്ങ് പോയി. പെണ്ണ് ഗർഭിണിയല്ലായിരുന്നു, ഒന്നും അല്ലായിരുന്നു. പക്ഷെ ഒരു കാര്യം കേൾക്കണോ, പിറ്റേ ദിവസമാണ് അവർ പറയുന്നത് ഇവൻ ഭയങ്കര ക്രൈം ഹിസ്റ്ററിയുള്ള പെണ്ണുങ്ങളെ ഒത്തിരി ഇതുപോലെ നശിപ്പിച്ചു വെച്ചേർക്കാനാണ്. പക്ഷെ ആ രാത്രിയിൽ ആ പെണ്ണ് മരിക്കാൻ പോയപ്പോൾ അവിടെ ഒരു രാത്രി ഒരു പാട്ട്, ആ പാട്ട് അവിടെ കെട്ടഴിച്ചു. കർത്താവിന് സഭയുടെ അധികാരമാണ് കെട്ടഴിക്കാൻ. ഇനി ഒന്നിനെ ആത്മഹത്യക്ക് കൊടുക്കത്തില്ല, ഇനി ഒന്നിനെ മരണത്തിന് വിട്ടുകൊടുക്കത്തില്ല. മരിക്കാനിരിക്കുന്നവരെ വാ, ഈ സന്ദേശം നിങ്ങൾ യാദർച്ഛ എപ്പോഴെങ്കിലും യൂട്യൂബിലൊക്കെ കിടക്കും. മരിക്കാനിരിക്കുന്നവരെ മരിക്കരുത്, അടുത്തുള്ള സഭയിൽ പോകണം. എവിടെ ഇരുന്നുകൊണ്ടാണ് നിങ്ങൾ കേൾക്കുന്നെങ്കിലും ഒരു ദൈവദാസനെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കണം. നിന്റെ മരണത്തിൻ്റെ ബന്ധനത്തെ അഴിക്കാൻ അധികാരവും നിയോഗമുള്ള ഒരു ഗ്രൂപ്പുണ്ടെങ്കിൽ അത് ദൈവസഭയാണ്. ഈ രാത്രി പോയി കെട്ടടിക്കണം. എവിടെ പോകണം? നിനക്ക് എതിരെയുള്ള ഗ്രാമത്തിൽ പോകണം. സുഖമുള്ള ഒരു ഗ്രാമത്തില്ല, ഓപ്പോസിറ്റ് ഒരു ഗ്രാമം എന്ന അർത്ഥത്തിലാണെങ്കിൽ ഞാൻ ആ വാക്ക് അങ്ങനെ തന്നെ അങ്ങ് എടുക്കുക. എവിടെ പോകണം? എതിരെയുള്ള ഗ്രാമത്തിൽ, കേട്ടത്തിലെന്ന് പറയുന്നിടത്ത് പോകണം. അവിടെ പോയി അങ്ങ് അഴിക്കണം, ആത്മനിയോഗത്തോടെ പോകണം, പോയി കെട്ടടിക്കണം. 21-ാം അധ്യായത്തിൽ പറയുന്നു, നിങ്ങൾ പോയി എന്ത് ചെയ്യണം? കെട്ടടിക്കണം. വീണ്ടും മുമ്പോട്ട് പോകട്ടെ, പോയി കെട്ടടിച്ചുകൊണ്ട് വരണം. 22-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം കാണുകയാണ്, 22-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സ്വർഗരാജ്യം നോക്കൂ, തൻ്റെ പുത്രന് വേണ്ടി കല്യാണ സദ്യ കഴിച്ച ഒരു രാജാവിനോട് സദൃശ്യം. എല്ലാ കല്യാണ സദ്യ ഒരുക്കി മക്കളെ, സ്വർഗരാജ്യം ഇതിനോട് സദൃശ്യം. പോയി ഒത്തിരി പേരെ ക്ഷണിച്ചു, മുൻകൂട്ടി അറിയിച്ചു, എല്ലാം പിന്നെ വിരുന്നെല്ലാം ഒരുക്കി. പക്ഷെ ഒരുത്തനെ വിളിച്ചപ്പം അവൻ പറഞ്ഞു നിലത്തിലേക്ക് പോയി. മറ്റൊരുത്തൻ പറഞ്ഞു കടയാ, അവനെ പറഞ്ഞ കള്ളമാണ്. ബിസിനസ്സുകാരൻ്റെ കട കല്യാണത്തിന് അടച്ചിട്ടിട്ട് പോകും. ബിസിനസ്സുകാരുടെ ഏറ്റവും വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് ബിസിനസ് ഒരു നിയോഗം കൂടാണ്. അതില്ലാത്തവൻ ബിസിനസ് ചെയ്യാറ് വലിയ സങ്കടം വരും. ഒരു കല്യാണത്തിന് പാനൊക്കെ പോകും, ഒരു ടൂറ് പാനൊക്കെ. അവൻ ആകെപ്പാടെ ടൂറിന് പോകുന്നത് നേരത്തെ ബന്ധമെന്നറിഞ്ഞാൽ തലേദിവസം രാത്രി പോകും. അതുകൊണ്ട് ഒരു തരത്തിൽ ബന്ധമല്ലെങ്കിൽ ഒരു പരിപാടി നടക്കാത്ത ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതാരാണ്? ബിസിനസ്സുകാരാണ്. അവർക്ക് തോന്നുന്ന പോലെ കടയടച്ചിട്ട് പോകാനൊക്കുവോ? ഒക്കത്തില്ല. കടയടച്ചിട്ട് പോയാൽ ഒരു കുഴപ്പമുണ്ട്, സ്ഥിരം വരുന്ന കസ്റ്റമർ അപ്പുറത്തെ കടയിൽ പോകും. അപ്പുറത്തെ കടയിൽ നിങ്ങൾ ഒരു ദിവസം പോയാൽ ഒരു സഭയെ ആരാധിക്കുന്നവർ മറ്റേ സഭയിൽ ചെല്ലുന്ന പോലെ. നിങ്ങൾ ഒരു സഭയെ ആരാധിച്ചിട്ട് മറ്റേ സഭയെ ഞായറാഴ്ച എന്നാൽ അന്ന് പുതുതായിട്ട് വന്നവരെ എഴുന്നേൽപ്പിക്കും, നിങ്ങൾക്ക് ഉമ്മ തരും, കാപ്പി തരും, അടുത്ത ആഴ്ച മൈൻഡ് ചെയ്യത്തില്ല. ഇതുപോലെയാണ് പുതിയ കസ്റ്റമർ ഒരു കടയിൽ ചെല്ലുമ്പോൾ അന്ന് ഇച്ചിരി കുറച്ച് തരും, കാപ്പി വരുത്തും, എല്ലാം ചെയ്യും. അടുത്ത ആഴ്ച മൈൻഡ് ചെയ്യുമോ? ഇല്ല. അപ്പം കിളിച്ചൊക്കെ തരും, പക്ഷെ പിറ്റേ ദിവസം ആളെ വിടും കിളിച്ച് മേടിക്കാൻ. ഇതാണ് പുതിയ കടക്കാർ ഇതുപോലെ. അതുകൊണ്ട് കടയുള്ളവർ ഒരു കടയും അടച്ചിടത്തില്ല. അപ്പോൾ അവൻ വ്യാപാരത്തിന് പോയി, മറ്റൊരു നിലത്തിന് പോയി, മറ്റൊരവിടെ പോയി, ചിലർ കൊന്ന് അപമാനിച്ച് കളഞ്ഞു. അപ്പം കർത്താവ് പറഞ്ഞു, ബാല്യക്കാരെ അവൻ്റെ ദാസന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ചെന്ന് കാണുന്നവരെയൊക്കെ എന്ത് ചെയ്യണം? കല്യാണത്തിന് എന്ത് ചെയ്യണം? വിളിക്കണം. Go therefore to the main roads and invite
ഇൻ ദ വെഡിങ് ഫീസ്റ്റ് ആസ് മെനി ആസ് യു ഫൈൻഡ്. നീ കാണുന്നവരെയൊക്കെ എന്ത് ചെയ്യണം? വിളിക്കണം. പോയിട്ട് വിളിക്കണം. അടുത്തൊരു കൽപ്പനയാണ് ഗോ ആൻഡ് ഇൻവൈറ്റ്. പോയി കെട്ടടിക്കണം, പോയി പറയണം, ഇവിടെ പോയി വിളിക്കണം. എല്ലാവരും ഇത് പറഞ്ഞ് പോയി വിളിക്കണം, പോയി വിളിക്കണം. എങ്ങനെ വിളിക്കണം? ഞങ്ങളുടെ സഭയിലെ ഒരു ചേച്ചി യോഗം ഇങ്ങനെ സഭയിലോട്ട് വരിക, നടന്ന ഒരു സംഭവം. ഒരച്ചായൻ അവരുടെ പുള്ളി ഒരു NRI റിട്ടേനാണ്, അവരുടെ വീടിൻ്റെ അവിടെ നിന്ന് കല്ല് പറക്കുക, ഭയങ്കര പണിയാണ്, വേർത്ത് കുളിച്ചൊരു കൈകൾ. ഈ NRI കൂടെ ആയതുകൊണ്ട് ഈ പണി ചെയ്ത് ശീലവുമില്ല, വേർത്ത് കുളിച്ച് കഷ്ടപ്പെട്ട് കല്ല് പറക്കുക. അപ്പോൾ ഈ ചേച്ചി പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരെയും ഞങ്ങളുടെ സഭയിലേക്ക് വരാൻ പറഞ്ഞു. അപ്പം പുള്ളിക്കാരൻ ചോദിച്ചു, നിന്റെ സഭ? അതേതാ സഭ? അത് പള്ളിഭാഗം സഭയാ. ശരി. പുള്ളി ഇങ്ങനെ വന്നു, ചുമ്മാ പറഞ്ഞ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരെ എങ്ങോട്ട് വരാൻ? സഭയിലേക്ക് വരാൻ. അവരിങ്ങ് വന്നു, അത്രേ ഉള്ളൂ. പോയി എന്ത് ചെയ്യണം? വിളിക്കണം. എല്ലാവരും അങ്ങോട്ടേക്ക് കൊണ്ട് നോക്കി പറഞ്ഞേ, പോയി എന്ത് ചെയ്തുകൊണ്ട് വരണം? വിളിച്ചോണ്ട് വരണം. മനസ്സിലാകുന്നുണ്ടോ? ലൈവിലൊക്കെ ഇരിക്കുന്നവരെ സൂമിൽ ഇരുന്നിട്ട് സുഖമായിട്ട് ഇരുന്നിട്ട് സൂം മൂഫി ഇട്ട് കിടന്ന് ഉറങ്ങരുത്. പോയി വിളിക്കണം, പോയി വിളിക്കണം. നാളെ ഒന്നുമില്ലെങ്കിൽ ഈ സൂം ലിങ്ക് 10 പേർക്ക് അയച്ചു കൊടുക്കണം, എന്നിട്ട് കയറാൻ പറയണം. ഇത്രയൊക്കെ ചെയ്താൽ മതി, അവരങ്ങ് രക്ഷപ്പെടും. പോയി വിളിക്കണം. ഉറക്കെ പറഞ്ഞേ. അവർ വിളിച്ചാൽ എന്തോ വിചാരിക്കുന്നത്? എന്തോ വിചാരിക്കാൻ നമുക്കെന്താ? എന്തെങ്കിലും വിചാരിക്കട്ടെ, ഒന്നും വിചാരിക്കത്തില്ല. വിളിക്കാൻ നോക്കിയിരിക്കുക ഓരോരുത്തർ. പോയി വിളിച്ചുകൊണ്ട് വരണം. നിങ്ങൾ പോയി നമ്മൾ വിളിച്ചില്ല പിന്നെ ആരാ വിളിക്കുക? അതുകൊണ്ട് ദൈവമക്കളെ, ഈ സത്യം അറിഞ്ഞവരെ, സ്വാതന്ത്ര്യം അനുഭവിച്ചവരെ, സ്നേഹ സ്വാതന്ത്ര്യത്തിൻ്റെ ആസ്വാദനം ആവോളം നുകർന്നവരെ ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, പോയി വിളിക്കണം. ഗോ ആൻഡ് ഇൻവൈറ്റ്. എല്ലാവരും പറഞ്ഞേ, പോയി എന്ത് ചെയ്യണം? വിളിക്കണം. യു ഗോ ഇൻ ടു ദ മെയിൻ റോഡ്സ് ആൻഡ് ഇൻവൈറ്റ്. എല്ലാവരും വിളിക്കണം. എങ്ങോട്ട് വരണം? എങ്ങോട്ട് വിളിക്കണം? ഞങ്ങളവിടെ യോഗമുണ്ട്, എല്ലാവരും എന്ത് ചെയ്യണം? വരണം. ഞായറാഴ്ച യോഗമുണ്ട്, പിന്നെ ഉപവാസ പ്രാർത്ഥനയുണ്ട്, ഇനിയും വാർഷിക കൺവെൻഷൻ വരുന്നുണ്ട്. എന്നായിരുന്നു? ഡിസംബർ 25 മുതൽ 31, 1 ദിവസം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? എല്ലാവരും വിളിക്കുകയാണ് ഇപ്പോഴേ. നിങ്ങൾ പോയി നോട്ടീസ് അടിച്ചോ? നോട്ടീസൊക്കെ അടിച്ചോണ്ട് എല്ലായിടത്തും അങ്ങ് പോയി വിളിക്കണം. ചുമ്മാ അങ്ങ് വിളിക്കണം. പോയി എന്ത് ചെയ്യണം? വരണം. പറഞ്ഞേ, പോയി വിളിച്ചോണ്ട് വരണം. വിളിച്ചാൽ വരുമോ? വിളിച്ചാൽ വരുമെന്ന്. കല്യാണത്തിൽ വിളിച്ചാൽ വരുമോ? വരും. അതുപോലെ ഉള്ളു. വലിയ സദ്യയാണ്. എന്ത് സദ്യ? ഇവിടെ എന്താണ് സദ്യക്ക് വിഭവം ഉണ്ടെന്നറിയാമോ? ആ വിഭവത്തിൽ 1 പാപമോചനം, 2 രോഗശാന്തി, 3 ദിവ്യ സമാധാനം, 4 നിത്യതയെക്കുറിച്ചുള്ള ദർശന, നിത്യജീവൻ. അങ്ങനെ വിരുന്നൊരുക്കിയ ഈ മഹാവിരുന്നിലേക്ക് എല്ലാവരും പോയി വിളിക്കണം. ഈ വിരുന്നിലേക്ക് വിളിക്കണം. വിവിധ വിഭവങ്ങളുമായി. ഈ വിഭവത്തിൽ പാപമോചനമുണ്ട്, 1 നിത്യരക്ഷയുണ്ട്, 1 നിത്യജീവനുണ്ട്. ഹല്ലേലൂയ. പിന്നെ ബൈ പ്രൊഡക്റ്റായിട്ട് രോഗശാന്തിയുണ്ട്, സാമ്പത്തിക വിടുതലുകളുണ്ട്, കുടുംബത്തിന് സമാധാനമുണ്ട്. എന്നാൽ ഇന്ന് രാത്രി പോയി വിളിച്ച് മഹാസദ്യക്ക് വേണ്ടി പോയി വിളിക്കുവാൻ ഇന്ന് രാത്രി ജനത്തെ ഞാൻ ഉദ്ബോധിപ്പിക്കുകയാണ്. യു ഗോ ആൻഡ് ഇൻവൈറ്റ്. പോയി വിളിക്കണം. പ്രത്യേകിച്ച് വാർഷിക കൺവെൻഷൻ ഇപ്പോഴേ അങ്ങ് ഡിക്ലെയർ ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ഡിസംബർ മാസം 25-ാം തീയതി മുതൽ ഇവിടെ വെച്ച് നടത്തപ്പെടുമ്പോൾ നിങ്ങൾ എല്ലാവരും പോയി വാർഷിക കൺവെൻഷന് വേണ്ടി ആളുകളെ ഇന്ന് മുതൽ വിളിക്കണം. യു ഗോ ആൻഡ് ഇൻവൈറ്റ്. ഗോ ടു ദ മെയിൻ റോഡ്സ് ആൻഡ് ഇൻവൈറ്റ് പീപ്പിൾ. അത് സോഷ്യൽ മീഡിയയിൽ കൂടെ ഇൻവൈറ്റ് ചെയ്യാവുന്നവർ സോഷ്യൽ മീഡിയയിൽ കൂടെ ഇൻവൈറ്റ് ചെയ്യുക. ഒപ്പം നോക്കൂ, പോവുകയും വിളിക്കുകയും ചെയ്യുക എന്ന് പറയുകയാണ്. വീണ്ടും പെട്ടെന്ന് മുമ്പോട്ട് പോയിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഹല്ലേലൂയ. അടുത്ത ഒരു കമാൻഡ്മെന്റ് നാം കാണുകയാണ് 25-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ. 25-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നു, സ്വർഗരാജ്യം മണവാളിനെ എതിരേൽപ്പാൻ വിളക്ക് കത്തിച്ച 10 കന്യകന്മാരോട് എന്താണ്? സദൃശ്യമാണ്. എന്നിട്ട് പറയുകയാണ്, മണവാളം വരുമ്പോൾ ഒരു വലിയ ആർപ്പോടി ഉണ്ടായി. എന്താണ്? അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവീൻ എന്നുള്ള come out to meet him. Go out, come out. നീ പുറത്തു പോയിട്ട് അവനെ എതിരേൽപ്പാനുള്ള ഒരു വിളിയുണ്ട്. ഇനി ഒരു വിളി വരും. അതെന്താണ്? പോയി കർത്താവിനെ എതിരേൽക്കണം. പോയി എതിരേൽക്കാനായിട്ട് വിളിക്കണം. അതിനെന്തുകൊണ്ട്? കന്യകമാർ ഒരുങ്ങിയിരുന്നു. 10 പേരും എന്തായിരുന്നു? അതാണ് ഏറ്റവും വലിയ സങ്കടം. 10 പേരും എന്തായിരുന്നു? കന്യകമായിരുന്നു. അൺഡിഫൈൽഡ് ആയിരുന്നു. കന്യകമാർ എന്നുള്ള അർത്ഥത്തിൽ അത്രയും ചിന്തിച്ചാൽ മതി. എന്താണ്? അവർ കളങ്കപ്പെടാത്ത 10 പേര്. അപ്പോൾ അവർക്ക് ദോഷമുണ്ടോ? ഇല്ല. അവര് രക്ഷിക്കപ്പെട്ടവരാണോ? ആണു. അവർ വിശുദ്ധ ജീവിതം നയിച്ചവരാണോ? ആണു. പക്ഷേ സമയമായപ്പം 5 പേരുടെ കയ്യിൽ എന്തില്ലായിരുന്നു? അവർ പോയി വന്നപ്പോഴത്തേന് എന്ത് ചെയ്തു പോയി? താമസിച്ചു പോയി. ഞങ്ങളുടെ സഭയിലെ ഒരു ഭാഗം പിടിച്ച് നല്ലൊരു കൊച്ചൻ ഇൻവോൾവ്, എല്ലാത്തിനകത്ത് ഓടി നടക്കുന്ന ഒരു കൊച്ചൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ മോൻ്റെ കല്യാണമായി. നല്ല കൊച്ചൻ. എല്ലാവരുടെ ആവശ്യത്തിൽ അവനുണ്ട്. എവിടെ അവനുണ്ടോ, എവിടെ എന്തോ ആരോഗ്യമുണ്ടോ അവിടെ ലൈഫ് ഉണ്ടെന്നൊക്കെ പറയുന്ന പോലെ എവിടെ ഒരു ആവശ്യമുണ്ടോ അവിടെ ഇവനുണ്ട്.
എല്ലാവരുടെയും ഉപകാരിയാണ്. അപ്പോൾ അവൻ്റെ ഉപകാരം സ്വീകരിച്ച ഞങ്ങളുടെ സഭയിൽ നല്ലവരായ കുറേ സഹോദരിമാർ, അതിനകത്ത് അമ്മമാരും കൊച്ചുപിള്ളേരും എല്ലാവരും ഉണ്ട്. ഇവനോടുള്ള സന്തോഷ സൂചകമായി 10-30 സഹോദരിമാർ ഒരുപോലുള്ള സാരി പോയി മേടിച്ചു. അത് കിട്ടാൻ പാടാണ്. ഒരേ ബോർഡറുള്ള ഒരേ കളറ് സാരി ഓർഡർ ചെയ്ത് വരുത്തിച്ചു. എന്നിട്ട് ബ്ലൗസൊക്കെ തയ്പ്പിച്ച് എല്ലാവരും റെഡി ആകുകയാണ്. എന്തിനാണെന്നറിയാമോ? ഇവൻ ചെറുക്കൻ കല്യാണം വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ നിൽക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ആരും ഇനി പ്രത്യേകിച്ച് അതിന് ഗേൾസിനെ ഒന്നും പേടിക്കണ്ട. ഇവർ ഇത്രയും നല്ല രസമല്ലേ ഒരേ കളവ്. പക്ഷേ എന്തോ ചെയ്യാൻ, ഇത്രയും ആൻറ്റിമാർ രാവിലെ പിള്ളേരെ സ്കൂളിൽ വിട്ടിട്ട് ഒരുങ്ങി പിടിച്ച് വന്നപ്പോൾ തന്നെ കെട്ട് പകുതിയായി. എല്ലാവരും വന്നപ്പോഴത്തേന് കല്യാണം പകുതിയായി. ഇതുപോലൊരു കല്യാണം വരുന്നുണ്ട് മക്കളെ, ഒരുങ്ങി പിടിച്ച് വരുമ്പോഴത്തേന്. അതുകൊണ്ട് ഒരു വിളി വരും, ഇനിയും പോയി അവനെ എന്ത് ചെയ്യണം? എതിരെടുക്കണം. അന്ന് താമസിക്കരുത്, ഒരുങ്ങിയിരുന്നോണം, പെട്ടെന്ന് അവസാനിപ്പിക്കും. ഇനിയും ഒരു വിളിയുടെ വലിയൊരു വിളി വരുന്നുണ്ട്. 25-ാം അധ്യായം വരുമ്പോൾ 2 കൂട്ടരായിട്ട് തിരിക്കുന്നു. അവൻ ചെമ്പരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ തിരിക്കുന്ന പോലെ തിരിക്കും. എന്നിട്ട് ഇടത്ത് വരും വലത്ത് വരുമാക്കും. അതുകൊണ്ട് ആയിരിക്കണം പട്ടത്തെ വെളി കുരിശ് വരയ്ക്കുമ്പോൾ സ്വർഗസ്വനായ ദൈവം ഭൂമിയിലേക്ക് വന്നിട്ട് ബാക്കി എങ്ങോട്ടാ പോകുന്നത്? ബാക്കി പറഞ്ഞ എങ്ങോട്ടാ? എവിടുന്ന് മറന്നുപോയി? എങ്ങോട്ടാ? ഇങ്ങനെയൊന്നും പറയരുത്. മേളിന്ന് താപ്പോട്ട്, പിന്നെ ഇടത്തുനിന്ന് വലത്തോട്ട്. അർത്ഥം, സ്വർഗസ്ഥനായ ദൈവം ഇനി ഇവിടെ വന്നിട്ട് ഉപവാസ പ്രാർത്ഥനയെ കുരിശ് വരയ്ക്കാൻ പഠിപ്പിച്ചെന്നും പറഞ്ഞേക്കരുത്. സ്വർഗസ്ഥനായ ദൈവം ഉയരത്തിൽ നിന്ന് ഭൂമിയിലോട്ട് വന്നിട്ട് ഇടത്ത് മക്കളായിരുന്നു നമ്മളെ എന്താക്കി? വലത്ത് മക്കളാക്കി. അത് വലത്തുനിന്ന് ഇടത്തോട്ടാണോ? അല്ല, ഇടത്തുനിന്ന് വലത്തോട്ടാ. അപ്പൊ ഇടത്തും വലത്തുമായിട്ട് തിരിച്ചു. ഇടത്തും വലത്തുമായിട്ട് തിരിച്ചിട്ട് ഇടത്തുള്ളവരോട് പറഞ്ഞു, പൊയ്ക്കോ. ഇനി ഒരു വലിയ പറച്ചിൽ വരാൻ പോകുന്നുണ്ട്. യു ഗോ, നീ പൊക്കോ. എവിടെ പൊക്കോളം പറഞ്ഞാൽ പിശാചിനും അവന്റെ പ്രിയപ്പെട്ടവർക്കും വേണ്ടി, അവന്റെ ആൾക്കാർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക് എന്ത് ചെയ്തോ? പൊക്കോളം. പറയും. ഇനിയും വലത്തുള്ളവരോട് എന്ത് പറയും? വലത്തുള്ളവരോട് പറയും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ കം. എന്നിട്ട് കുറച്ചു പേരോട് പറയും, യു ഗോ. നീ ഇടത്തുള്ള പറയും, എന്നെ വിട്ടു പൊക്കോ. ഡിപ്പാർട്ട് ഫ്രം മീ യു കേഴ്സ് ഇൻടു ദ ഇറ്റേണൽ ഫയർ. യു ഗോ into the eternal fire. ഇനി ഒരു മഹാകൽപ്പന വരുന്നുണ്ട്. അതെന്താണ്? കുറച്ച് പേരോട് പറയും, വരുവീൻ, ഇവിടെ കയറി വരുവീൻ. മറ്റോട് പറയും, പൊയ്ക്കോളാൻ പറയും. എങ്ങോട്ട് പൊയ്ക്കോളാൻ? ഇന്ന് കർത്താവ് പറഞ്ഞു പോയി വിളിക്കുവീൻ. ഇന്ന് കർത്താവ് പറഞ്ഞു പോയി കെട്ടടിപ്പീൻ. ഇന്ന് കർത്താവ് പറഞ്ഞു പോയി പറയുവീൻ. ഇന്ന് കർത്താവ് പറഞ്ഞു പോയി പ്രഘോഷിക്കുവീൻ. ഇത് കേട്ട് പോയി പ്രഘോഷിപ്പിച്ചവരോട്, പറഞ്ഞവരോട്, കെട്ടഴിച്ചവരോട് കർത്താവ് ഒരു ദിവസം പറയും വരുവീൻ എന്ന് പറയും. ഇന്ന് കേൾക്കാതെ നടക്കുന്നവരോട് കർത്താവ് പറയും പൊയ്ക്കോളാൻ പറയും. ഇനി ഒരു ശബ്ദം വരും. അന്ന് കുറെ കൂട്ടർ ഇന്ന് പോകുന്നവരോട് പറയും, അന്ന് വരാൻ പറയും. ഇന്ന് പോകാത്തവരോട് പറയും പൊയ്ക്കോളാൻ പറയും. അതിനു മുമ്പ് പോയി ക്ഷണിക്കണം, പോയി കെട്ടഴിക്കണം, പോയി പറയണം, പോയി വിളിക്കണം. എന്നിട്ട് അന്നൊരു ശബ്ദം കേൾക്കും. എന്താണ്? ഇവിടെ വരുവീനൊരു ശബ്ദം കേൾക്കോ. ആ ശബ്ദം കേൾക്കാൻ കൊതിയോടിരിക്കുന്നവരെ, ഇപ്പം പോയാലേ അന്ന് വരാൻ പറയത്തുള്ളൂ. ഇപ്പം പോകാതെ സുഖനിദ്ര ഇരിക്കുന്നവരെ അവരോട് പറയും പൊയ്ക്കോ. പിശാചിനും അവന്റെ കൂട്ടർക്കും വേണ്ടി ഒരുക്കി വയ്ക്കുന്ന നിത്യ അഗ്നിയിലേക്ക് യു ഗോ, ഡിപ്പാർട്ട് ഫ്രം മീ. മറ്റുള്ളവരോട് പറയും യു ഗോ, നീ എന്റിലേക്ക് നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ. ഏത് കേൾക്കാൻ വേണ്ടിയാ തയ്യാറായിരിക്കുന്നത്? പോകാനോ വരാനോ? വരാനുള്ള ശബ്ദം കേൾക്കണം എനിക്ക്. അങ്ങനെ ആഗ്രഹിക്കുന്നവരെല്ലാം എഴുന്നേറ്റ് നിന്നൊന്ന് സ്തുതിച്ചാരാധിച്ച് ഇവിടെ കയറി വരുവിനെന്ന ദൈവ ശബ്ദം അതിനു വേണ്ടി ഉണർന്നു നീ ഒരുങ്ങിടുന്നു. അപ്പോൾ ഞാനത് തുടങ്ങിയാൽ ഹൈപ്പിച്ചായി പോവും. ഹൈപ്പിച്ചായി പോയാൽ ഇവർക്ക് പാടാൻ പാടുവരോ? എന്നാൽ എല്ലാവരും ഒന്ന് സ്തുതിച്ച കൈയൊക്കെ അടിച്ച് ഒരു ശബ്ദം ഇനിയും വരും. മറ്റുള്ളവരുടെ ഒരു ശബ്ദം വരുമോ? എന്താണ്? വരുവീൻ, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, എന്റെ പിതാവിനാൽ You who are blessed by my Father, inherit the kingdom prepared for you from the kingdom, from the foundation of the world. ലോകസ്ഥാപനം മുതൽ ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട സ്ഥലത്തേക്ക് വരുവിൻ. ഏത് കേൾക്കണം? ഏത് കേൾക്കണം? വരുവിൻ എന്ന് കേൾക്കണോ? വരുവിൻ എന്ന് കേൾക്കണോ? ഇന്നൊരു കാര്യം അനുസരിക്കണം. പൊക്കോളം പറഞ്ഞാൽ പോണം. എന്തോ ചെയ്യണം? പോയി കെട്ടഴിക്കണം, പോയി പറയണം, പോയി വിളിക്കണം. പോയി വിളിക്കണം, പോയി കെട്ടഴിക്കണം, പോയി പ്രഘോഷിക്കണം. അത്രയും ചെയ്താൽ കർത്താവ് നാളെ വരും, പറയും ഇന്ന് പോകാൻ പറയുന്നത് കേൾക്കുന്നവരോട്
ഈ ഗ്രേറ്റ് കമ്മീഷൻ പറയുന്നവരോട് മത്തായി അവസാനിക്കുമ്പോൾ പറയുന്നു, നാഗയോ നിങ്ങൾ പുറപ്പെട്ട പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കി ഇന്ന് പോയാൽ ഒരു വിളി വരും, ഇന്ന് പോകാതിരുന്ന ഒരു വിളി വരും, depart from me എന്ന് കേൾക്കണോ? പോകണമെന്ന് കേൾക്കുന്നവർ ഇന്നൊരു തീരുമാനത്തോടെ വരണം. പോകണം. ഞാൻ പോയി വിളിക്കും, ഞാൻ പോയി പറയും, ഞാൻ പോയി കെട്ടടിക്കും, ഞാൻ പോയി ക്ഷണിക്കും. You go into the midst and invite as many as you find. നീ പോയിട്ട് കാണുന്നവരെയൊക്കെ വിളിക്കണം. ഇവിടെ ഒരു വലിയ ഫീസ്റ്റ് നടക്കുകയാ, അവിടേക്ക് വിളിക്കണം. ദൈവമക്കളെ, നിങ്ങൾ ഏത് സഭയിലാണോ എവിടെയാണോ അവിടെ ഇരുന്നു കൊണ്ട് വിളിക്കാൻ തയ്യാറായിക്കോ. ഒരു ദിവസം ഒരു ശബ്ദം വരും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകസ്ഥാപനം മുതൽ ഒരുക്കിയിരിക്കുന്ന ആ സ്ഥലത്തേക്ക് നിങ്ങൾ വരിക, ഇവിടെ കയറി വരുന്ന ദൈവ ശബ്ദം. കരങ്ങളടിച്ച് ശബ്ദം ഉയർത്തി സന്തോഷത്തോടെ സ്തുതിച്ചാരാധിച്ച്